ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജലത്തെക്കുറിച്ചുള്ള രണ്ടാമത്തെ പഠനമാണ്. കഴിഞ്ഞ ശനിയാഴ്ച നമ്മൾ അമൂല്യമായ ജലത്തിന്റെ ചില സ്വഭാവവിശേഷങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കി, അത്രമാത്രം പ്രാധാന്യമുള്ളതെന്ന് മനസ്സിലാക്കി. ഇന്ന് അതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് മനോജ് സാറിലൂടെ നമ്മൾ കേൾക്കുകയാണ്. പ്രത്യേകിച്ച് ഈ വാട്ടർ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രവൃത്തി പരിചയമുള്ള മനോജ് സാർ, വാട്ടർ പ്യൂരിഫിക്കേഷന്റെ ഒക്കെ തലങ്ങളിൽ വർക്ക് ചെയ്തിട്ടുള്ള സാറിന് തീർച്ചയായിട്ടും വെള്ളത്തെ എങ്ങനെ മാനേജ് ചെയ്യണം. ഇന്നത്തെ ടൈറ്റിൽ തന്നെ അതാണ്, ജലം പാഴാക്കുന്നതിന് മുമ്പേ. സോ എല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം മനോജ് സാർ, യു ആർ വെൽക്കം. Thank you, Sabu sir, for your beautiful introduction. രണ്ടാമതും ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് പ്രസന്റ് ചെയ്യാനായിട്ട് ഒരു അവസരം കൂടെ സാറ് തന്നതിന് താങ്ക് യു പറയുന്നു. കഴിഞ്ഞ നടന്ന നമ്മുടെ ആദ്യത്തെ സെഷനിൽ നിന്ന് കിട്ടിയ ഒരുപാട് റെസ്പോൺസ് ഉണ്ടായിരുന്നു. എനിക്ക് അന്ന് പ്രോഗ്രാം നമ്മൾ ചെയ്തപ്പോൾ തന്നെ നടന്ന ഒരുപാട് ഫീഡ്ബാക്ക് ഉണ്ട്. അത് കൂടാതെ സാർ അത് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷം പലതരത്തിലുള്ള കോളുകൾ പോലും എനിക്ക് നാട്ടിൽ നിന്നൊക്കെ കിട്ടിയിരുന്നു. ഇങ്ങനെ ഒരു അവയർനെസ് പ്രോഗ്രാം ചെയ്തതിന് പലരും അതിനെക്കുറിച്ച് അഭിനന്ദിക്കുകയും അതിനുള്ള മറ്റുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്ന് ഒക്കെ ഇനി അറിയാനുള്ള ഒരു ഉത്സാഹം കാണിച്ചിരുന്നു. കൂടാതെ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ അന്ന് ഈ ഫീഡ്ബാക്ക് പറഞ്ഞ എല്ലാവരുടെയും അതിൻ്റെ വാല്യൂ ഞാൻ മനസ്സിലാക്കി. അങ്ങനെയാണ് ഈ രണ്ടാമതും സാറിൻ്റെയും കൂടെ ഒരു അഡ്വൈസ്ലി പ്രോഗ്രാം എൻ്റെ അടുത്ത വേറൊരു മൈക്രോ ലെവലിൽ നിന്ന് ഓരോരോ സെക്ഷനായിട്ട് തിരിച്ചിട്ട് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് എനിക്ക് വന്ന് അതിന് സാറിനോടാണ് ഞാൻ കടപ്പെട്ട്. കാര്യം സാറിന് അതുപോലെ തന്നെ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിച്ചതും എനിക്കും അതൊരു ഈഗറായിട്ട് ചെയ്യാനുമുള്ള ഒരു തോന്നിയിട്ടുണ്ട്. അപ്പോൾ വൺസ് അഗെയിൻ വി വെൽക്കം ഓൾ ഓഫ് ദ പീപ്പിൾ ഹു ഹാവ് അസംബിൾഡ് ഹിയർ ഓൺ ദിസ് പ്ലാറ്റ്ഫോം ഓഫ് സാബു സാർ. We welcome to this second part of this the program called the planet of our the blood life of our planet. സാബു സാറ് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾ. സാർ ഇപ്പോഴും യാത്രയിലാണ് എങ്കിൽ പോലും ഈ പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന എല്ലാ സെഷനിലും കൃത്യസമയത്ത് സാറ് ഇവിടെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ സാറിനോട് വീണ്ടും ഒരിക്കൽ കൂടി താങ്ക് യു പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ സെഷൻ ഇവിടെ നമ്മൾ ആരംഭിക്കാൻ പോകുക. ഞാൻ ഈ സൈഡ് ഒന്ന് ഷെയർ ചെയ്തോട്ടെ സാർ. ഓക്കെ സാർ, സ്ക്രീൻ കാണാം. സാറെ കാണാമല്ലേ സാർ? അല്ലേ സാബു സാറേ? കാണാം. ഓക്കെ. ഞാൻ ഈ പാർട്ട് 2 തുടങ്ങുന്നതിന് മുന്നേ കഴിഞ്ഞ നമ്മൾ പാർട്ട് 1 ചെയ്തപ്പോൾ സമയക്കുറവ് കാരണം ഞാൻ പ്രസന്റ് ചെയ്യാതിരുന്ന ഒരു 2-3 സ്ലൈഡ് ഉണ്ടായിരുന്നു. അത് സമയം അധികമാകുമെന്ന് ഉള്ളൊരു സംശയം കൊണ്ടാണ് ഞാനത് പ്രസന്റ് ചെയ്യാതിരുന്നത്. പക്ഷെ പിന്നീട് എനിക്ക് തോന്നി അത് പ്രസന്റ് ചെയ്യേണ്ടതായിരുന്നു എന്നുള്ള ഒരു തോന്നൽ ഞാനത് കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നി. അപ്പം ഇന്നത്തെ ഈ സെഷൻ തുടങ്ങുന്നതും അന്ന് ഞാൻ ഷെയർ ചെയ്യാതിരുന്ന 2-3 സ്ലൈഡുകൾ അനിവാര്യമാണെന്ന് തോന്നി. അതുകൊണ്ട് മിസ് ചെയ്ത ആ സ്ലൈഡോട് കൂടിയാണ് ഞാൻ ഇന്നത്തെ ഈ പ്രസന്റേഷൻ ഇന്നത്തെ സെഷൻ ഇവിടെ ആരംഭിക്കുന്നത്. ഞാൻ അന്ന് എൻ്റെ കണ്ടന്റിൽ ഈ ടൈപ്സ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞിട്ടൊരു ടൈറ്റിൽ ഉണ്ടായിരുന്നു.
നമ്മളിവിടെ നോക്കിയാൽ ഈ വിവിധ തരത്തിലുള്ള ടൈപ്സ് ഓഫ് വാട്ടർ കാണാം. എല്ലാവരും ചോദിക്കുക എന്താണ് ഇത്ര ടൈപ്പിലുള്ള വാട്ടറുകൾ ഉണ്ടോ? അതിൻ്റെ ഒരു ചെറിയൊരു ഡിവിഷനാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരുപാട് തരത്തിലുള്ള വാട്ടറുകളുണ്ട്. അപ്പോൾ ആദ്യം തന്നെ കാണാൻ ടാപ്പ് വാട്ടറാണ്. ടാപ്പ് വാട്ടർ നമുക്ക് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. വെൽ വാട്ടർ ഉണ്ട്. അതിൻ്റെ സോഴ്സുകളൊക്കെ ആണെങ്കിൽ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. എങ്ങനെ വെൽ വാട്ടർ എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ള എല്ലാവർക്കും അറിയാം. മിനറൽ വാട്ടർ ഉണ്ട്. അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. മിനറൽ വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന മിനറൽ വാട്ടർ ബോട്ടിൽഡ് വാട്ടറാണ്. അത് ആഡഡ് വിത്ത് സം മിനറൽസ്. അത് ആർട്ടിഫിഷ്യലായിട്ട് ചേർത്ത് വരുന്നതുകൊണ്ട് നാച്ചുറൽ മിനറൽ വാട്ടറും ഉണ്ട്. പ്യൂരിഫൈഡ് വാട്ടർ ഉണ്ട്. പ്യൂരിഫൈഡ് വാട്ടർ എന്ന് പറയുന്നത് ഇൻഡസ്ട്രികളിലൊക്കെ ഉപയോഗിക്കുന്നത്. ആക്ച്വലി പലതരം പ്രോസസ്സുകളിലൂടെ ഒക്കെ പോയിട്ട് ഫിൽറ്റേർഡ് വാട്ടർ ഉപയോഗിക്കാറുണ്ട്. സ്പ്രിങ് വാട്ടർ, ഇതാണ് ഏറ്റവും നല്ല നാച്ചുറലായിട്ട് നമുക്ക് സ്പ്രിങ്സിൽ നിന്നൊക്കെ കിട്ടുന്ന നാച്ചുറൽ മിനറൽസ് ഉള്ള വെള്ളമാണ്. ഇത് സാധാരണ അത്ര കോമൺലി അവൈലബിൾ ആണെന്ന് ചോദിച്ചാൽ അല്ല, ബട്ട് യു വിൽ ഗെറ്റ് ഇറ്റ് ഓൺ ദി മാർക്കറ്റ്. സ്പാർക്ലിംഗ് വാട്ടർ നമുക്കറിയാം. കാർബണേറ്റഡ് വാട്ടർ, നമ്മൾ സോഡ എന്ന് പറയുന്ന അതും വെള്ളത്തിൻ്റെ കാറ്റഗറി തന്നെ പെടുന്നതാണ്. അടുത്തതാണ് ഇൻഫ്യൂസ്ഡ് ഓർ ഫ്ലേവേർഡ് വാട്ടർ എന്ന് പറയും. ചില വാട്ടർ ബോട്ടിലൊക്കെ അഡീഷണൽ ആയിട്ട് ചേർക്കുന്ന ആർട്ടിഫിഷ്യലി ഫ്ലേവേർഡ് ഒക്കെ ചേർത്ത് അത് ഓരോ ടേസ്റ്റുകളൊക്കെ ചേർത്തിട്ട് മാർക്കറ്റ് ചെയ്യുന്ന ഒരു തരം വെള്ളമുണ്ട്. ഫിൽറ്റേർഡ് വാട്ടർ, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അത് ഇൻഡസ്ട്രികളിലാണ് കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. അത് ഡിമിനറലൈസ്ഡ് വാട്ടർ എന്ന് പറയാം, അല്ലെങ്കിൽ ഷോർട്ടായിട്ട് ഡിമിൻ വാട്ടർ എന്നൊക്കെ പറഞ്ഞ് അത് നമ്മുടെ ഇൻഡസ്ട്രികളിലൊക്കെ ബോയിലറുകൾ പർപ്പസിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തരം വാട്ടറാണ്. ലാസ്റ്റിൽ ആൽക്കലൈൻ വാട്ടർ. ഈ വെള്ളം ഇപ്പോൾ പലതരത്തിലും നമ്മുടെ വീടുകളിലൊക്കെ പോലും ഇതിനുള്ള യൂണിറ്റുകൾ വെക്കാറുണ്ട്. ജാപ്പനീസ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള കങ്കൻ വാട്ടർ എന്ന് പറഞ്ഞൊരു ഒരു വാട്ടർ ഉണ്ട്. അത് ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന കുറച്ച് പേർക്ക് അറിയാമായിരിക്കും. കങ്കൻ വാട്ടറിൻ്റെ പ്രത്യേകത ജാപ്പനീസ് ടെക്നോളജി വെച്ചിട്ട് ഏറ്റവും ഹയർ pH ലെവൽ കൂട്ടിയിട്ട് അതിനകത്ത് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ ആൽക്കലി ആണോ ആസിഡ് ആണോ അത് ന്യൂട്രൽ ആണോ, അപ്പോൾ എബവ് 7 pH വരുന്നതെല്ലാം ഹയർ pH ലെവലുകളാണ്. അതിന് ഹെൽത്ത് ബെനിഫിറ്റ്സ് കൂടുതലുണ്ട്. ഇത് പലതരത്തിലുള്ള ബോട്ടിലുകളിലും ഇപ്പോൾ അവൈലബിൾ ആണ്. ഈ ആൽക്കലൈൻ വാട്ടറിന് അതിൻ്റേതായിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ഇൻക്ലൂഡിങ് ഹോൾ അവർ ബോഡി സിസ്റ്റം, ഇൻ ദ ബോൺ സിസ്റ്റം ഒക്കെ ഉണ്ടെന്നാണ് അതിൻ്റെ പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത്. അടുത്ത സ്ലൈഡ് ഇതുപോലെ തന്നെയാണ്. ഞാൻ വേസ്റ്റ് വാട്ടറിനെ കുറിച്ചൊന്ന് സംസാരിച്ചിരുന്നു. ആദ്യം ഞാൻ തുടങ്ങിയത് വാട്ടറിൽ നിന്നാണ്. അതിനുശേഷം ഈ വേസ്റ്റ് വാട്ടറിനെ കുറിച്ചാണ് രണ്ടാമത് അന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ സ്ലൈഡിൽ നോക്കിയാൽ ഈ ടൈപ്സ് ഓഫ് വേസ്റ്റ് വാട്ടർ ആണ് നമുക്ക് കൂടുതൽ കാണാം. ഇത് വാട്ടർ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന അതിൻ്റെ ഇൻഡസ്ട്രിയൽ നെയിംസ് ആണ് ഞാൻ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഡൊമസ്റ്റിക് സ്വീവേജ് ആണ് നമ്പർ 1. ഡൊമസ്റ്റിക് സ്വീവേജ് എന്ന് പറഞ്ഞാൽ അത് തന്നെ രണ്ട് തരം. സ്വീവേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വേസ്റ്റ് വാട്ടർ. ഇറ്റ് ക്യാൻ ബി ഡൊമസ്റ്റിക് ഓർ ഇറ്റ് ക്യാൻ ബി ഇൻഡസ്ട്രിയൽ. അപ്പോൾ ആദ്യത്തെ ഇതിന് ബ്ലാക്ക് വാട്ടർ എന്ന് പറഞ്ഞാൽ അതാണ് ശരിക്കും നമ്മുടെ ഡൊമസ്റ്റിക് പർപ്പസിൽ നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ ജനറേറ്റ് ചെയ്യുന്ന ഓർഗാനിക് മാറ്ററൊക്കെ ഉള്ളത്, നമ്മുടെ ടോയ്ലറ്റുകൾ, നമ്മുടെ കിച്ചൺ വേസ്റ്റുകളിൽ നിന്നൊക്കെ പോകുന്ന അതിനെ ഇൻഡസ്ട്രിയിൽ പറയുന്നത് ഈ ബ്ലാക്ക് വാട്ടർ എന്നാണ്. അതിൻ്റെ നേരെ താഴെ കാണാൻ ഗ്രേ വാട്ടർ. ഗ്രേ വാട്ടർ എന്താണ്? ഗ്രേ വാട്ടർ എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ ഷവർ, നമ്മുടെ ബാത്സ്, സിങ്ക്, കൈ കഴുകുന്ന സിങ്കുകൾ, പിന്നെ വാഷിംഗ് മെഷീന്, ഇതെല്ലാം ചേർത്ത് തന്നെയാണ് ഗ്രേ വാട്ടർ. അതിൻ്റെ കളർ തന്നെ നോക്കുകയല്ലേ, ഇറ്റ് ലുക്സ് ഗ്രേ ഇൻ കളർ. ഓക്കെ. അടുത്തതാണ് വേറൊരു ടൈപ്പ് വാട്ടർ ഉണ്ട്, ഇൻഡസ്ട്രിയൽ സീവേജ് എന്ന് പറയും. ഇൻഡസ്ട്രിയൽ സീവേജ് ഈസ് ആക്ച്വലി ഇൻക്ലൂഡിങ് കെമിക്കൽസ്. അതിനകത്ത് ഹെവി മെറ്റൽ പാർട്ട് ഉണ്ടാവും, ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടാവും. അതെല്ലാം ഒരു പ്രോസസ്സിലെ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള പ്രോസസ്സിൽ കൂടെ ഉണ്ടാകുന്ന ഈ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ വളരെ അധികം പൊല്യൂട്ടഡ് ആണ്. അപ്പം നമ്മുടെയൊക്കെ നാട്ടിലിപ്പോൾ നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ ഈ ഇൻഡസ്ട്രിയൽ സീവേജ് ഒക്കെയാണ് നമ്മുടെ പല ഇൻഡസ്ട്രികളിൽ നിന്നും പുഴകളിലൊക്കെ ഡിസ്ചാർജ് ചെയ്യുന്നത് ഇപ്പോൾ വ്യാപകമാണ്. അതിന് നമ്മുടെ നാട്ടിൽ നിയമങ്ങളൊക്കെ ഉണ്ട്. ഈ ഇൻഡസ്ട്രിയൽ സീവേജ് ആരാണോ അത് ജനറേറ്റ് ചെയ്യുന്നത് അതിൻ്റെ വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ ഒക്കെ ചെയ്തിട്ട് ആ സോഴ്സിൽ വെച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടേ നദികളിൽ വിടാവുന്നതാണ് നിയമം. പക്ഷേ എപ്പോഴും നിയമങ്ങൾ വളച്ചൊടിക്കുന്ന നമ്മുടെ നാട്ടിൽ അത് എന്തോരം ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ടത് വളരെ സംശയാതപരമാണ്. പലപ്പോഴും നമുക്ക് കാണാം നദികളിലും മറ്റ് പുഴകളിലും ഒക്കെയും തോടുകളിലൊക്കെയും പലതരത്തിലുള്ള ഈ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വരാറുണ്ട്. മീൻ ചത്തൊടുക്കുന്നത് പതിവാണ്. മിക്കവാറും ഒക്കെ പേപ്പറിൽ കാണാം. ആൾക്കാർ അന്നേരം കൂടും,
പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വരും, അവർ സാമ്പിൾ എടുക്കും. അതിൻ്റെ ഒരു 2-3 ദിവസത്തേക്കൊക്കെ ന്യൂസ് പേപ്പറിലും ടി വിയിലും ഒക്കെ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ കാണാം. അതോടുകൂടി ആ സബ്ജക്റ്റ് തീരും. പിന്നെ അടുത്തത് സ്ട്രോം വാട്ടർ സീവേജ് എന്ന് പറയും. അത് നമ്മുടെ നാട്ടിൽ ഈ റെയിൻഫോൾ ഉണ്ട്, സർഫസ് വാട്ടർ ഉണ്ട്. ആക്ച്വലി റെയിൻഫോളിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. ഇത്രമാത്രം മഴ കിട്ടുന്ന നമ്മുടെ നാട്ടിൽ ഇത്രമാത്രം വെള്ളം ഇത്രമാത്രം ക്യൂബിക് മീറ്റേഴ്സ് ഓഫ് വാട്ടർ പോയിട്ട് അത് അങ്ങനെ ഈ അതിന് റെയിൻഫോൾ സർഫസ് റൺ ഓഫ് എന്നും പറയാറുണ്ട്. പക്ഷെ അത് ചിലപ്പോൾ റോഡുകളിലൊക്കെ കൂടെ പോയാൽ അതിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേട്ടിരുന്നു പെസ്റ്റിസൈഡ്സ് വരാം. കാര്യം മഴവെള്ളത്തിൽ കൂടെ ഒലിച്ചു പോയിട്ട് അതുമൊക്കെ നദികളിൽ പുഴകളിലൊക്കെ ചെന്നിട്ട് പെസ്റ്റിസൈഡ്സ് ഉണ്ടാകും, ഓയിൽ ഉണ്ടാകാം, അങ്ങനെ മറ്റു തരത്തിലുള്ള പല ഡെബ്രിസും ഈ പറയുന്ന സോം സിവേജിൽ കാണും. ഇതൊരു ഇൻഡസ്ട്രിയൽ നെയിമാണ്, ഞാൻ അധികം സമയം ചിലവഴിക്കുന്നില്ല. എങ്കിലും നമ്മളൊരു ക്ലാസ്സിൽ ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾ പറയാറുണ്ട്, അതൊരു അവയർനെസ്സിന് വേണ്ടി പറയുകയാണ്. അടുത്താണ് അഗ്രികൾച്ചർ റൺ ഓഫ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇറിഗേഷൻ റൺ ഓഫ് ഉണ്ട്, ആനിമൽ വേസ്റ്റ് വരാറുണ്ട്, അതിനകത്തും പെസ്റ്റിസൈഡ്സിൻ്റെ കണ്ടന്റ് വരാറുണ്ട്. അപ്പോൾ അതെല്ലാം വേസ്റ്റ് വാട്ടറിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അടുത്തതാണ് കൊമേഴ്സ്യൽ വേസ്റ്റ് വാട്ടർ. കൊമേഴ്സ്യൽ വേസ്റ്റ് വാട്ടർ നമ്മുടെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിലും അല്ലെങ്കിൽ ടൗണുകളിലും ഒക്കെ കാണുന്ന കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, റെസ്റ്റോറൻറ്റ്സ്, ഹോട്ടൽസ്, അങ്ങനെ ആ കാറ്റഗറി പെടുന്ന എല്ലാത്തിനെയും അവിടുന്ന് ജനറേറ്റ് ചെയ്യുന്ന വേസ്റ്റ് വാട്ടറാണ് കൊമേഴ്സ്യൽ വേസ്റ്റ് വാട്ടർ. അതും പൊല്യൂട്ടഡ് ആണ്. അപ്പോൾ അതൊക്കെ കാണാം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അതിന് വലിയ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാതെ നമ്മുടെ നാട്ടിലെ ഡ്രെയിനേജ് സിസ്റ്റത്തിലൊക്കെ ഡയറക്റ്റ് ഈ ഹോട്ടലുകളിൽ നിന്നൊക്കെ അങ്ങനെ ഒഴുക്കി വിടാറുണ്ട്. അതാണ് നമ്മുടെ നാട്ടിലെ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അതൊക്കെയും അടുത്തുള്ള കാനകളിൽ കൂടി പോയിട്ട് ഏതെങ്കിലും ഒരു വാട്ടർ ബോഡിയിൽ ചെന്ന് ചേരും, അവിടുന്ന് അതിനെ വീണ്ടും നമ്മുടെ നദികളിൽ ചെല്ലും, പിന്നെ ആ പ്രോസസ്സ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇനി ലാസ്റ്റിലാണ് ഏറ്റവും വലിയ മുനിസിപ്പൽ വേസ്റ്റ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം കോമ്പിനേഷനാണ്. നമ്മുടെ ഡൊമസ്റ്റിക് വാട്ടർ ഉണ്ട്, ഇൻഡസ്ട്രിയൽ വാട്ടർ ഉണ്ട്, ഈ സ്ട്രോം സീവേജ്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തത് നമ്മുടെ രൂപത്തിലാണ്. ഇതെല്ലാം ടൗണിലെ ഒരു ഡെവലപ്മെൻറ്റ്, ഒരു ടൗൺ പ്ലാനിംഗ് ഒക്കെയുള്ള സ്ഥലങ്ങളിൽ ഇതിൻ്റെയൊക്കെ സെപ്പറേറ്റ് തരത്തിലുള്ള പൈപ്പുകളൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മുടെ വീടുകളിൽ നമുക്കൊക്കെ അറിയാം, നമ്മുടെ വീടുകളിലെ വേസ്റ്റ് എവിടെയാണ്? വീടുള്ളവർക്ക്, നമ്മുടെ സ്ഥലമൊക്കെ ഉള്ളവർക്ക് ശരിക്കും അവരവരുടെ തന്നെ വീടുകളിൽ അതിൻ്റെ സെപ്റ്റിക് ടാങ്ക്, അതിൻ്റെ സ്റ്റോറേജ് ടാങ്ക്. പഴയ കാലത്തെ സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ വാട്ടർ ട്രീറ്റ്മെൻ്റ് ആണ്. ഒരു ട്രഡീഷണലി പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് 2-3 അറകളൊക്കെ കാണും. അപ്പോൾ വെള്ളം ഓവർഫ്ലോ ചെയ്ത് പോയി അടുത്ത ലാസ്റ്റ് കമ്പാർട്ട്മെൻറ്റ് ചെല്ലുമ്പോൾ അതിനകത്തെ വേസ്റ്റുകളൊക്കെ മാറിക്കിട്ടും. അത് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണ്. അതിന് അനറോബിക് പ്രോസസ്സ് എന്ന് പറയും വാട്ടർ ട്രീറ്റ്മെൻറ്റ്. അനറോബിക് എന്ന് പറഞ്ഞാൽ വിതൗട്ട് എ പ്രസൻസ് ഓഫ് ഓക്സിജൻ, അതിനകത്ത് കംപ്ലീറ്റ് എൻക്ലോസ്ഡ് ആണ്. അപ്പോൾ അത് കാരണം ആ ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത്, ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് സാബു സാറ്. അതായത് പലർക്കും അറിയത്തില്ല ഈ വാട്ടർ ആൻഡ് വേസ്റ്റ് വാട്ടർ എന്നൊരു സെക്ടർ തന്നെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ. ഇപ്പം നമ്മുടെയൊക്കെ എന്താണ് മെറ്റൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാട്ടർ ആൻഡ് വേസ്റ്റ് വാട്ടർ ഒരു സെക്ടർ തന്നെയുണ്ട്. ഞാൻ ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്ന ഇത്രയും പൊസിഷനുകൾക്ക് അപാര സാധ്യതകളുള്ള ഒരു സെക്ടറാണ് വാട്ടർ സെക്ടർ എന്ന് പറഞ്ഞാൽ. ഫ്രം എ പ്ലാന്റ് ഓപ്പറേറ്റർ ടു എ വാട്ടർ ട്രീറ്റ്മെൻറ്റ് സ്പെഷ്യലിസ്റ്റ് കൺസൾട്ടൻറ്റ്. അപ്പോൾ ഇതിനകത്ത് മോസ്റ്റ്ലി ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞ കോളത്തിൽ കാണിച്ചാൽ അറിയാം, അതിനകത്തെല്ലാം ഒരു ITL നിന്നാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ തുടങ്ങുന്നത്. ഡിപ്ലോമ അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ അതിനകത്ത് പ്രത്യേകിച്ച് ഞാനത് പറയുന്നില്ല, അതിനകത്ത് കാണാം. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ വാട്ടർ ഇൻഡസ്ട്രീസിലൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട് ശരിക്കും പറഞ്ഞാൽ. നമുക്ക് ഈ എഞ്ചിനീയേഴ്സിനെ ഇപ്പം കിട്ടുന്നില്ല. ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിൽ നിന്ന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അപ്പോഴേ തന്നെ അവരൊക്കെ IT സെക്ടറിലോട്ടൊക്കെ പോയി. അപ്പോൾ ശരിക്ക് പിന്നെ ഇപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണെങ്കിൽ ആ ഇലക്ട്രിക്കൽ ഫീൽഡിലേക്ക് ഈ ഒരു എഞ്ചിനീയറെ ഇപ്പോൾ കിട്ടുന്നില്ല. അവരുടെയൊക്കെയും ഫോക്കസ് വേറെയാണ്. അവരൊക്കെ IT സെക്ടറിൽ പോകുന്നുണ്ട്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഈ ഇൻഡസ്ട്രി പോലും വി ആർ റണ്ണിങ് ഷോർട്ട് ഓഫ് എഞ്ചിനീയേഴ്സ്. അപ്പോൾ ഈ വാട്ടർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും എഞ്ചിനീയറിങ്ങിൻ്റെ എല്ലാ സെക്ടറുകളും അതിനകത്ത് വേണം. സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, വേറെ എന്താണ് ഇൻസ്ട്രുമെൻറ്റേഷൻ. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഓൾ എഞ്ചിനീയറിംഗ്. എങ്കിലേ ഒരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് സംവിധാനം ഇൻഡസ്ട്രിയൽ സ്കെയിലിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത് പഠിപ്പിക്കുന്ന ഒരു സ്ഥലവുമില്ല. അതാണ് വേറൊരു ഡ്രോബാക്ക്. ഇപ്പോൾ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്ന എൻവയറമെൻ്റൽ എഞ്ചിനീയറിങ്ങിന് പോലും ശരിക്കും MTechന് പോകുമ്പോഴേ ഇതിൻ്റെ ഒരു പോർഷൻ പഠിപ്പിക്കുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ ഈ എഞ്ചിനീയറിംഗിൻ്റെ ഇപ്പോഴത്തെ കരിക്കുലത്തിൽ പോലും ഇതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ടുള്ള ഒരു ടോപ്പിക്കും ഇല്ല സത്യത്തിൽ. എങ്ങനെയാ പഠിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചെയ്യുന്നൊരു പ്രോസസ്സ് ഉണ്ട്. ഫ്രഷ് ഹാൻഡ്സിനെ എടുക്കും, എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ IT കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞിട്ട് അവരെ എന്നിട്ട് ഞങ്ങൾ ട്രെയിൻ ചെയ്യിക്കും. അപ്പോൾ അതിൽ കൂടെ അവർക്ക് ഈ വാട്ടർ ട്രീറ്റ്മെൻറ്റ് ഒരുപാട് പ്രോസസ്സുകളുണ്ട്. ശരിക്കും പറയാം നമ്മൾ വെള്ളം കാണുമ്പോൾ അറിയത്തില്ല അതിൻ്റെ പിന്നിൽ എത്ര പേരുടെ അധ്വാനം ഉണ്ടെന്നും എത്ര പേരാണ് ആ വെള്ളത്തെ നമ്മുടെ ടാപ്പുകളിലോ വീടുകളിലോ എത്തിക്കുമ്പോൾ അതിൻ്റെ പ്യൂരിറ്റി ഒക്കെ കിട്ടുന്നതെന്ന് നമ്മൾ ആരും ചിന്തിക്കാറില്ല. ഇപ്പം ഞാൻ ഈ ഇൻഡസ്ട്രിയിലുള്ളതുകൊണ്ട് അങ്ങനെ ഒരു അവയർനെസ് എനിക്കുണ്ട്. പക്ഷേ അത് ഞാൻ കുറ്റമായിട്ടല്ല പറഞ്ഞത്. അപ്പോൾ അല്ലെങ്കിൽ നാച്ചുറലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്ന സ്പ്രിംഗ് വാട്ടർ പോലും ഉണ്ട്. അപ്പോൾ അതിനൊക്കെ പോലും കിട്ടുന്ന ആ മൂല്യമായ വെള്ളത്തിൻ്റെ ഒരു ആ വാല്യൂ നമുക്ക് പലപ്പോഴും മനസ്സിലാകാറില്ല. ഞാൻ ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസ് തന്നെ ഇപ്പോൾ ഇവിടെ കാണിക്കാൻ കാര്യം ആർക്കെങ്കിലും ഒന്ന് ഡയറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ അനേകം പേർക്ക് ജോലി കിട്ടും. ഇനി രണ്ടാമതൊരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മുടെ ഈ വാട്ടർ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഡീസാലിനേഷൻ വേൾഡ് വൈഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കറിയാവുന്നൊരു ഇൻഫർമേഷനാണ്. വേൾഡ് വൈഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 60% 65% വർക്ക് ചെയ്യുന്നത് ഇന്ത്യൻസ് ആണ്, ഇൻക്ലൂഡിങ് മീ. ഐ എം പ്രൗഡ് ഓഫ് ബീങ് ആൻ ഇന്ത്യൻ ടു വർക്ക് ഇൻ ദി ഇൻഡസ്ട്രി. ഓക്കെ, 60%. പക്ഷേ അവരെ ആരെയും നമുക്കാർക്കും കേരളത്തിൽ കാണാൻ പറ്റത്തില്ല, ഇന്ത്യയിൽ പോലും കാണാൻ പറ്റത്തില്ല, വളരെ ചുരുക്കം വരെയുള്ളൂ. ഇപ്പം ഡീസാലിനേഷൻ, സീ വാട്ടർ ഡീസാലിനേഷനിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളിനെ ഇന്ത്യയിൽ നിന്ന് കിട്ടണമെന്ന് പറഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് ഹിം ഓർ ഹെയർ ഓൺലി ഫ്രം എ ഗൾഫ് കൺട്രി അല്ലെങ്കിൽ ഫ്രം അനദർ ഒരു ഫോറിൻ കൺട്രിയിൽ നിന്ന് കിട്ടുള്ളൂ. വായ്? നമ്മുടെ നാട്ടിലും ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് അധികമില്ല. പിന്നെ രണ്ടാമതൊരു കാര്യം സാബു സാറെ, ഈ വാട്ടർ ഇൻഡസ്ട്രിയിലെ ഉള്ള വേറൊരു കാര്യം, ഏറ്റവും നല്ല സാലറി പാക്കേജ് കൊടുക്കുന്ന ഒരു ഇൻഡസ്ട്രിയും കൂടാണിത്. പ്രത്യേകിച്ച് ഇപ്പോൾ ആൾക്കാരെ കിട്ടാത്തതുകൊണ്ട് ഡിമാൻഡ് ഉണ്ട് ഇതിന്. അപ്പോൾ അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എഞ്ചിനീയേഴ്സ് ഉണ്ടോ അല്ലെങ്കിൽ അവരുടെ മക്കളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇൻഡസ്ട്രി ഉണ്ടെന്നും അതിൻ്റെ പൊട്ടൻഷ്യൽസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് അതുകൂടെ ഇതിൻ്റെ കൂടെ പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് മാത്രമാണ് പറഞ്ഞത്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള ഒരാളെ പ്ലീസ് അയാളെ IT ആക്കാനായിട്ട് ഒന്നിൽ ഫോഴ്സ് ചെയ്യല്ലേ, അല്ലെങ്കിൽ പറയണേ ഇങ്ങനൊരു ഇൻഡസ്ട്രി ഉണ്ട് മോനെ അല്ലെങ്കിൽ മോളെ. അതുപോലെ പെൺകുട്ടികൾക്ക് ചെയ്യാവുന്നതാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കെമിസ്റ്റ് അല്ലെങ്കിൽ ലാബ് അനലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ജോലി. പെൺകുട്ടികൾക്ക് മൈക്രോബയോളജി പാസ്സായിട്ടവർക്ക് പറ്റും, ബയോ കെമിസ്ട്രി പാസ്സായിട്ടവർക്ക് പറ്റും, BSc MSc കെമിസ്ട്രി ഒക്കെ പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ഗൾഫ് കൺട്രികൾ ഒരുപാട് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നമ്മുടെ മലയാളികളായിട്ടുള്ള അനേകം അടക്കം പെൺകുട്ടികളെ എനിക്കറിയാം. അവരിവിടെ വന്ന് അതിൻ്റെ ടെസ്റ്റൊക്കെ പാസ്സായിട്ട് ഗവൺമെൻറ് ജോബിൽ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇൻഡസ്ട്രിയിൽ എവിടെ ചെന്നാലും ഏത് കൺട്രി ചെന്ന് കഴിഞ്ഞു. യെസ്, പറഞ്ഞോളൂ സാറേ. ഇപ്പൊ ഭയങ്കരമായിട്ട് കമ്പ്യൂട്ടർ പിന്നെ എഞ്ചിനീയറിംഗ്, അതായത് അതിലോട്ട് ഭയങ്കര സാച്ചുറേഷനാണ്. അതാണ് ഡിമാൻഡ്. ബാക്കി ഒന്നിനും ഒരു രീതിക്ക് ഇപ്പം ഡിമാൻഡ് കുറവെന്നുള്ള രീതിക്കാണ് ഇപ്പോഴത്തെ റഷ് ബിടെക്കിനൊക്കെ പഠിക്കാൻ കേരളത്തില്. അത് സാറേ റഷുണ്ട് സാറേ. ഷാജി സാർ അത് പറഞ്ഞ് ഞാൻ നോട്ട് ചെയ്തു. പക്ഷേ ഇപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ തന്നെ ഈ വാട്ടർ റിസോർട്ട് ബന്ധമില്ലാത്തൊരു സബ്ജക്റ്റ്. ഇപ്പം നാട്ടിൽ തന്നെ എഞ്ചിനീയറിംഗ് പാസ്സായിട്ടുള്ള ഒരാൾ ഒരു IT ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ അയാളുടെ ബേസിക് സാലറി ഒക്കെ എൻ്റെ അറിവിൽ അത്ര വലിയ അട്രാക്റ്റീവ് ഒന്നുമല്ല. ഓക്കെ, അതിൻ്റെ മേ ബി 2-3 ടൈംസ് ഞാൻ ഈ പറയുന്ന ഇൻഡസ്ട്രിയിൽ കൊടുത്തു. ബിക്കോസ് ഐ എം പേയിങ് ദം, ഐ ഹാവ് സ്റ്റാഫ്, ഐ നോ ദെയർ ബേസിക് സാലറി. ഞാൻ ഈ പ്രോസസ്സിൽ കൂടെ തന്നെ വന്ന ആളാണ്. അപ്പോൾ എല്ലാവരും ഈ IT-യിലേക്ക് കയറിയാൽ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ, ഈ പിന്നെ ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് വെച്ചാൽ അത് ഓട്ടോമേഷനാണ് ആക്ച്വലി. ഒരു പ്ലാന്റ് ഫുള്ളി ഓട്ടോമേറ്റഡ്, ഒരാളിൻ്റെ പ്രസൻസ് പോലും ചെയ്യാതെ ഓടുന്ന അനേകായിരം പ്ലാന്റുകളുണ്ട്. അതെല്ലാം ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. അതിന് ഈ ഇൻസ്ട്രുമെൻറ്റേഷൻ കൺട്രോൾ നമ്മുടെ നാട്ടിലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് പാസ്സായിട്ടുള്ളവർക്ക് ഇത് കിട്ടും. അസാധ്യ സാലറിയുമാണ് ഈ പൊസിഷന്, ഇപ്പോൾ കിട്ടാനില്ല. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഈ എഞ്ചിനീയറിംഗിന് പോകുന്ന പിള്ളേർ നേരെ അവരെ ഇൻ്റർവ്യൂ ഒക്കെ എടുത്തുകൊണ്ട് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, അവർക്ക് അതൊരു ജോബാണ്. ഐ എം നോട്ട് ബ്ലെയിമിങ് ദാറ്റ്സ് ഓൾസോ ആൻ ഇൻഡസ്ട്രി. പക്ഷെ ഞാൻ പറഞ്ഞത്
ഈ ഈ പ്യുവർ എഞ്ചിനീയറിംഗിലുള്ള എഞ്ചിനീയർമാരെ നഷ്ടപ്പെടുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും IT എഞ്ചിനീയർമാർ മാത്രമായ പോരാല്ലോ ഷാജി സാറേ. ഓക്കെ സാർ കണ്ടിന്യൂ സാർ. അല്ല അത് ഞാനതൊന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള അതുപോലെ കെമിക്കൽ എഞ്ചിനീയറിംഗിന് ഇപ്പൊ തീരെ പോകാറില്ല, അതറിയോ ഷാജി സാറേ? കെമിക്കൽ എഞ്ചിനീയറിംഗ് ഏറ്റവും വലിയ സാധ്യതയുള്ള ആളാണ് ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ്. കെമിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായിട്ടുള്ള ഡിപ്ലോമയോ ഒരു ഡിഗ്രിയോ പാസ്സായിട്ടുള്ള ഒരാളിന് ഏറ്റവും പെട്ടെന്ന് ജോലി കിട്ടും, എസ്പെഷ്യലി ഇൻ ഗൾഫ് കൺട്രീസ്. എൻ്റെ ഈ പ്ലാറ്റ്ഫോമിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഷാജി മാത്യു എന്ന് പറഞ്ഞ ആൾ എൻ്റെ പ്ലാറ്റ്ഫോമിൽ, ഞങ്ങൾ രണ്ടും കൂടെ ഇന്ത്യയിൽ തന്നെ എത്ര പേരെ ഞങ്ങൾ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് ഉണ്ടെന്ന് ഞങ്ങളോട് ചോദിച്ചാൽ അറിയത്തില്ല. മാത്യു, ഇഫ് യു ക്യാൻ ജസ്റ്റ് കം ആൻഡ് ഹാവ് എ ഫ്യൂ യുവർ എക്സ്പീരിയൻസ് ഓഫ് റിക്രൂട്ടിംഗ് പീപ്പിൾ ഇൻ ടു ദ വാട്ടർ ഇൻഡസ്ട്രി. മാത്യു, ആർ യു ദേർ? മാത്യുവിന് അൺമ്യൂട്ട് ചെയ്യാമോ? ഓക്കെ, അപ്പോൾ മാത്യു എപ്പോഴെങ്കിലും വരുമായിരിക്കും. എനിവേ, ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഒരു പോസിബിലിറ്റിയാണ്. ഇതിനകത്ത് പ്ലസ് ഓർ മൈനസ് ഒക്കെ കാണാം. പക്ഷേ ഏറ്റവും നല്ലത് ഇങ്ങനെ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ കിട്ടിയതിന് ശേഷം, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ നാട്ടിൽ ഇതിന് യാതൊരു സംവിധാനവും ഇല്ല ഇത് പഠിപ്പിക്കുന്നത്. എൻ്റെ അറിവിൽ കേരളത്തിൽ ഒരു സ്ഥലത്തുണ്ട് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പഠിപ്പിക്കുന്നത്. അത് കൊച്ചിയിലാണ്. ഗ്രീൻ മെത്തേഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്, ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അവർക്ക് റീസെൻ്റ്ലി, അത് നമ്മുടെ കളമശ്ശേരിയിലുണ്ട്, അവർക്ക് അവിടുത്തെ എൻ്റെ 2 ഡയറക്ടേഴ്സിൽ ഒരാൾ ഇതിനു വേണ്ടി തന്നെ ഡെഡിക്കേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് 6 months കോഴ്സ് ഉണ്ട്. പോയി പഠിക്കാം. പഠിച്ചു കഴിഞ്ഞാൽ ജോബ് ഈസ് അഷ്വേർഡ്, എസ്പെഷ്യലി ഇൻ ഗൾഫ് കൺട്രീസ്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ കുട്ടികളെല്ലാം എന്താണ് യൂറോപ്പെന്നും കാനഡയെന്നൊക്കെ പറഞ്ഞു പോകുന്നതിൻ്റെ അതിനേക്കാളും നല്ലത് ഗൾഫ് കൺട്രിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു പണിയും പഠിക്കും. അവർക്കൊരു കരിയറാണ് കിട്ടുന്നത്. എനിവേ, ഞാൻ ഈ സബ്ജക്റ്റ് എടുത്ത് ലെറ്റ്സ് ഗോ ടു ദ കോർ സബ്ജക്റ്റ് ഓഫ് ടുഡേസ് ടോപ്പിക്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഈ 3Rന്റെ കാര്യം പറഞ്ഞു, റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ. ഇവിടുന്നായിരുന്നു നമ്മളുടെ മറ്റുള്ള അന്ന് നമ്മളുടെ ഡിസ്കഷനൊക്കെ പോയി. ഇതിൻ്റെ സാധ്യത എന്തൊക്കെയാണെന്നും എങ്ങനെ അതൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നൊക്കെ നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് ഈ റീസൈക്കിളാണ്. അതിൽ തന്നെ നമ്മൾ പോകുന്നതാണ് ഇന്നത്തെ സബ്ജക്റ്റ്. ഇത് തന്നെയാണ് ഗ്രേ വാട്ടർ. അപ്പോൾ ഗ്രേ വാട്ടർ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മുടെ വീടുകളിൽ തന്നെ ജനറേറ്റ് ചെയ്യുന്ന ഗ്രേ വാട്ടർ, അതാണ് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ്. അപ്പം കഴിഞ്ഞ സെഷനിൽ ഞാനത് പറഞ്ഞപ്പോൾ അത് റീയൂസ് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ 1-2 നല്ല അതിനെക്കുറിച്ചുള്ള കമൻ്റ് ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ചുള്ള ഒരു ഫീഡ്ബാക്കൊക്കെ ഉണ്ട്. അപ്പം അതാണ് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഇന്ന് സെലക്ട് ചെയ്യാനുള്ള വേറൊരു കാര്യം. അപ്പം നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് നമ്മുടെ വീടുകളിൽ തന്നെ ജനറേറ്റ് ചെയ്യുന്ന ഈ ഗ്രേ വാട്ടർ എന്താണെന്നും അതിനെ എങ്ങനെ റീസൈക്കിൾ ചെയ്ത് റീയൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ തന്നെ വീടുകളിൽ ഉപയോഗിക്കാവുന്നു. അല്ലെങ്കിൽ ഇത് ഒരു ഇൻഡസ്ട്രിയൽ തലത്തിലും നമുക്ക് ഒരുപാട് വാട്ടർ സേവിങ് ഒക്കെ ചെയ്യാനുള്ള ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റികളെ കുറിച്ചുമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഗ്രേ വാട്ടറിൻ്റെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഗ്രേ വാട്ടർ ദാറ്റ് ഈസ് ഓൾറെഡി ബീൻ യൂസ്ഡ് ഫോർ വാഷിംഗ് പർപ്പസസ്. നമ്മുടെ വീടുകളിൽ തന്നെ ഈ വാഷിംഗ് പർപ്പസിന് ഉപയോഗിച്ചാണ്. എവിടുന്ന് ലോണ്ട്രി അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ആകാം, ഷവറിങ് ആകാം, നമ്മൾ കുളിക്കുന്ന നോർമൽ ബാത്തിങ് ആകാം. അപ്പോൾ ഇവിടുന്നൊക്കെ ജനറേറ്റ് ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഗ്രേ വാട്ടർ. ആ ഗ്രേ വാട്ടറിൻ്റെ സോഴ്സുകളാണ് ഞാൻ താഴെ പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടുന്നൊക്കെയാണ് ജനറേറ്റ് ചെയ്യുന്നത്. നമ്മുടെ സിങ്കുകളുണ്ട്, ഷവേഴ്സ് ഉണ്ട്, വാഷിംഗ് മെഷീൻസ് ഉണ്ട്, ഡിഷ് വാഷേഴ്സ് ഉണ്ട്. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഗ്രേ വാട്ടറിൻ്റെ കാറ്റഗറി പെടുന്നതാണ്. ഇറ്റ് കണ്ടെയ്ൻസ് ഫ്യൂവർ പാത്തജൻ. പാത്തജൻസ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയയാണ് ദാൻ ബ്ലാക്ക് വാട്ടർ. ബ്ലാക്ക് വാട്ടർ ഞാൻ പറഞ്ഞു, ബ്ലാക്ക് വാട്ടർ നമ്മുടെ എന്താണ് ഡൊമസ്റ്റിക് ആയിട്ടുണ്ടാകുന്ന നമ്മുടെ വേസ്റ്റുകളിൽ നിന്ന്, ഇൻക്ലൂഡിങ് ഹ്യൂമൻ വേസ്റ്റുകളിൽ നിന്നൊക്കെ പോകുന്നതാണ്. അപ്പോൾ അത് നമ്മുടെ ഷവർ വാട്ടറിൽ അത്രയും കാണില്ല എന്നാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഗ്രേ വാട്ടർ ആക്ച്വലി ഈവൻ വിത്തൗട്ട് ട്രീറ്റ്മെൻറ്റ് പീപ്പിൾ ആർ യൂസിങ് ഇറ്റ് ഫോർ നോൺ എഡിബിൾ പ്ലാന്റ് ഇറിഗേഷൻ ആൻഡ് ലാൻഡ്സ്കേപ്പ്. ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോൺ അടക്കം നോൺ എഡിബിൾ പ്ലാന്റ്, അങ്ങനെയുള്ള പ്ലാന്റേഷൻ അടക്കം ഈ ചില സ്ഥലങ്ങളിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട് ഈവൻ വിത്തൗട്ട് ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രേ വാട്ടർ കണ്ടെയ്ൻസ് ഡിസോൾവ്ഡ് ന്യൂട്രിയൻസ്. ഇതിനകത്ത് തന്നെ ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട്. എന്തൊക്കെയാണ് ന്യൂട്രിയൻസ്? നമ്മുടെ ബോഡിയിൽ നിന്നുണ്ടാകുന്ന ഡർട്ട് ഉണ്ടാവും,
ഫുഡ് പാർട്ടിക്കിൾ നമ്മുടെ സിങ്കിൽ നിന്നൊക്കെ പോകുന്നുണ്ടാവും, ഗ്രീസ് ഉണ്ടാവും, ഹെയർ ഉണ്ടാവും. സോ ദീസ് ആർ ഓൾ ബയോളജിക്കൽ പാർട്ട് ഓഫ് ദി ന്യൂട്രിയൻസ്. അപ്പം അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മൾ കേട്ടിരുന്നു ഒരു സാറിൻ്റെ ഡോക്ടറുടെ വീട്ടിലെ ഷവർ വെള്ളത്തിൻ്റെ അടുത്തുള്ള ട്രീകളാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഗ്രോ ചെയ്യുന്നതെന്ന് ഡോക്ടർ നമ്മളോട് ഷെയർ ചെയ്തിരുന്നു. ഓക്കെ, നൗ ഗ്രേ വാട്ടർ മേക്സ് അപ്പ് 50% to 80% ഓഫ് ഹൗസ് ഹോൾഡ് വേസ്റ്റ് വാട്ടർ. ലുക്ക്, ഇവിടെയാണ് നമ്മുടെ വാട്ടർ ബില്ലും നമ്മുടെ വീടുകളിലെ വെള്ളത്തിൻ്റെ ഏറ്റവും കൂടുതൽ ചെലവഴിക്കപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ, ജസ്റ്റ് ഇമാജിൻ വി ആർ വാഷിംഗ്, യു ആർ യൂസിങ് ദ വാഷിംഗ് മെഷീൻ. ഇപ്പോഴത്തെ വാഷിംഗ് മെഷീൻ എല്ലാം ഓട്ടോമാറ്റിക്കാണ്, അതിന് വാട്ടർ ലെവൽ സെറ്റിംഗ് ഉണ്ട്. പക്ഷേ അവിടെയാണ് നമ്മൾ കൊടുക്കുന്ന യൂട്ടിലിറ്റി ബില്ലിൻ്റെ അല്ലെങ്കിൽ വാട്ടർ ബില്ലിൻ്റെ 50 to 80% ക്വാണ്ടിറ്റി അവിടെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഗ്രേ വാട്ടർ ഡസൻ കണ്ടെയ്ൻ ഫീക്കൽ കണ്ടാമിനൻസ്. ഫീക്കൽ കണ്ടാമിനൻസ് ഞാൻ പറഞ്ഞ നമ്മുടെ ബോഡിയിൽ നിന്നുണ്ടാകുന്ന നമ്മുടെ ഹ്യൂമൻ വേസ്റ്റ്, ഇറ്റ് ഇസ് റിലേറ്റീവ്ലി ലെസ്. സോ ദാറ്റ് ഈസ് ഹൗ ദിസ് ഗ്രേ വാട്ടർ ഈസ് അസ്യൂംഡ് ടു ബി നോട്ട് ദാറ്റ് മച്ച് പൊല്യൂട്ടഡ് ഇൻ ദാറ്റ് കാറ്റഗറി. ഇനി ഈ ഗ്രേ വാട്ടർ റീസൈക്കിൾ ചെയ്യാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പം അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ കോമൺ യൂസസ് എന്നാണ് ഈ താഴെ പറഞ്ഞിരിക്കുന്നത്. ഇത് ഇറിഗേഷൻ പർപ്പസിന് യൂസ് ചെയ്യാം. ഗ്രേ വാട്ടർ ക്യാൻ ബി യൂസ്ഡ് ടു വാട്ടർ ലോൺസ്, ട്രീസ് ആൻഡ് ഓർണമെന്റൽ ട്രീസ്, ഫുഡ് ക്രോപ്സ്, ഇതിനെല്ലാം നമുക്ക് ഉപയോഗിക്കാം. ടോയ്ലറ്റ് ഫ്ലഷിങ്ങിന് ഈ നമ്മുടെ ഗ്രേ വാട്ടർ ഉപയോഗിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇൻ ഗൾഫ് കൺട്രീസ്, ഞാൻ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു, ഇവിടുത്തെ ബിൽഡിങ്ങുകളിലൊക്കെയും ഷവർ വേസ്റ്റും നമ്മുടെ നോർമൽ വേസ്റ്റ് വാട്ടർ രണ്ട് പൈപ്പിൽ കൂടെയാണ് പോകുന്നത്. നമ്മുടെ നാട്ടിൽ അത് ഇപ്പോഴും വന്നിട്ടില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മുടെ നാട്ടിൽ തന്നെ വീട് പണിയുമ്പോൾ നമ്മുടെ വാഷ്റൂമിൽ നിന്നും ഒക്കെ പോകുന്ന ഒരൊറ്റ പൈപ്പിൽ കൂടെയാണ് എല്ലാ വെള്ളവും പോകുന്നത്. ദെൻ യു കനോട്ട് യൂസ് ദിസ് വൺ. ഇവിടുത്തെ ബിൽഡിങ്ങുകളിൽ ഗ്രീൻ ബിൽഡിംഗ് കൺസെപ്റ്റിലെ വെള്ളത്തിനെ സേവ് ചെയ്യുന്ന ഒരു മാർഗം ഇതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ ടോയ്ലറ്റ് ഫ്ലഷിങ്ങിലുമാണ് ഒരുപാട് വെള്ളം ചിലവാകുന്നത്. എത്ര പ്രാവശ്യം ഫ്ലഷ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ ഫ്ലഷ് ടാങ്കിൻ്റെ വോളിയൊക്കെ അനുസരിച്ച് ദാറ്റ്സ് പ്യൂർലി വേസ്റ്റ്. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഷവർ വാട്ടർ ട്രീറ്റ് ചെയ്ത് അല്ലെങ്കിൽ സെഗ്രിഗേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ പമ്പ് ദാറ്റ് ഇൻ ടു ദി ടോയ്ലറ്റ് ഫ്ലഷിങ്, സേവിങ് വാട്ടർ. ഇപ്പം 4-5 പേരുള്ള ഒരു വീട്ടിലെ ടോയ്ലറ്റ് ഫ്ലഷിങ് എത്ര പ്രാവശ്യം, അതിൻ്റെ എത്ര ഗ്യാലൻ ഉണ്ട് ആ ഫ്ലഷിങ് ടാങ്കിൻ്റെ ഗ്യാലൻസ് എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് വാട്ടർ ഇസ് വേസ്റ്റ് ആൻഡ് യു ആർ പേയിങ് ഫോർ ദാറ്റ്. റിമെമ്പർ, ഇറ്റ് ഇസ് നോട്ട് ഫ്രീ. ഇനിയിപ്പോൾ നമ്മുടെ വാട്ടർ സപ്ലൈ കൊള്ളിടത്താണെങ്കിൽ യു ഹാവ് ടു പേ ദാറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ ടു ദി KWA ഓഫ് ന്യൂ യൂസ്. ഇറ്റ് ഈസ് ഗോയിങ് ടു ദി ഡ്രെയിൻ. അപ്പോൾ അതിന് പകരം ടോയ്ലറ്റ് ഫ്ലഷിങ്ങിന് ഒരുപാട് ബിൽഡിങ്ങുകൾ, അതിന് ഗ്രീൻ ബിൽഡിംഗ് കൺസെപ്റ്റ് എന്ന് തന്നെയാണ് പറയുന്നത്. ദാറ്റ് ഇസ് ഹൗ ദേ ആർ സേവിങ് ദ വാട്ടർ കൺസംഷൻ. ഇനി വേറൊരു കാറ്റഗറിയാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ലാൻഡ്സ്കേപ്പ് ആൻഡ് ഇറിഗേഷൻസ്. ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പല കൺട്രികളിലും നമ്മൾ സിറ്റികളുടെ നടുക്ക് നിൽക്കുന്ന വളരെ മനോഹരമായ ഈ ഫ്ലവേഴ്സും അവിടുത്തെ ലോണും പാർക്കുകൾ അടക്കം എല്ലായിടത്തും വെള്ളം ഉപയോഗിക്കുന്നത് ട്രീറ്റഡ് വാട്ടറാണ്. കാര്യം പ്രത്യേകിച്ച് ഗൾഫ് കൺട്രികളിലൊക്കെ എല്ലാ സിറ്റികളിലും എന്തുകൊണ്ട് അതിമനോഹരമായ പച്ച ഉള്ള ഇത് കാണാം നമുക്ക്, ബ്യൂട്ടിഫുള്ളി ലാൻഡ്സ്കേപ്ഡ്. അപ്പോൾ അവിടെ എല്ലാം ഉപയോഗിക്കുന്ന വെള്ളം തീർച്ചയായിട്ടും ഈ ട്രീറ്റഡ് വാട്ടറാണ്. അതുകൊണ്ടാണ് അതിനകത്ത് ന്യൂട്രിയൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് ദ പ്ലാന്റ്സ് ടു ഗ്രോ. അവിടുത്തെ പൂക്കളെ കണ്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എങ്ങനെ ഹെൽത്തി ആയിട്ട് നിൽക്കും നമുക്ക് തോന്നിപ്പോകും ഗൾഫിലേക്കല്ലേ സാർ? എക്സാക്ട്ലി. അതിന്റെ കാരണം ഇതാണ് സാർ, അവര് ഒരുപാട് അതിനുള്ള പ്രോഗ്രാംസ് ഉണ്ട്. ദർ ആർ ഡെഡിക്കേറ്റ് പീപ്പിൾ ടു വാട്ടർ ഇറ്റ് ഓൺ ടൈം. പ്രത്യേകിച്ച് അറിയാം ഇവിടുത്തെ 50 ഡിഗ്രി ചൂടിലാണ് സാർ ഈ പറയുന്ന പൂവുകളും ചെടികളും ഒക്കെ ഇത്ര മനോഹരമായിട്ട് നിൽക്കുന്നത്. 50 ഇപ്പോഴത്തെ ടെമ്പറേച്ചർ 50+ ആണ് എല്ലാ ഗൾഫ് കൺട്രികളിലും. നമ്മളിവിടെ എത്ര നല്ലപോലെ നോക്കിയാലും അത്ര ഭംഗിയൊന്നും കാണുന്നില്ല.
അപ്പോൾ അതുകൊണ്ടുള്ള അതുകൊണ്ട് ആസ് ഐ സേഡ് ദർ ആർ ഡെഡിക്കേറ്റഡ് പീപ്പിൾ ടു ലുക്ക് ആഫ്റ്റർ ദിസ് സെയിം ലൈക്ക് ഹ്യൂമൻസ്. ഞാൻ കഴിഞ്ഞ നമ്മുടെ സെഷനിൽ ഒരു കണക്ക് പറഞ്ഞിരുന്നു, ഒരു പെർ ക്യാപിറ്റ, ഐ മീൻ ദ നോർമൽ പെർ ക്യാപിറ്റ കാൽക്കുലേഷൻ ഇൻ ദ ഇന്ത്യൻ കോണ്ടിനെന്റ്. I told that it is 300 to 380 liters per day. അപ്പോൾ അതിൻ്റെ ഒരു ബ്രേക്കപ്പ് ഞാൻ കഴിഞ്ഞ സെഷനിൽ എനിക്ക് പറയാൻ പറ്റില്ല. അപ്പം ഇതിൽ നോക്കിയിട്ടുണ്ട്, ഇങ്ങനെയാണ് ഈ 304, ഇറ്റ്സ് എ അസ്യൂംഡ് കാൽക്കുലേഷൻ, അഗൈൻ ഇറ്റ്സ് എ പ്രൊജക്ഷൻ. ഇതിൽ കൂടാൻ കുറയാം. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടറിൻ്റെ ഒക്കെ കണക്കെടുക്കുന്നതിൻ്റെ ഒരു മാർഗം ഇതാണ്. എ പേഴ്സൺ, how much liters of water are used for a human being. അപ്പോൾ അയാൾ ഉപയോഗിക്കുന്ന എല്ലാം ഇവിടെ ഉണ്ട്, നമുക്ക് കാണാം. സോറി, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ടോയ്ലറ്റ് ഫ്ലഷിംഗ് ഉണ്ട്, അതിനകത്ത് കിച്ചൺ സിങ്സ് ഉണ്ട്, ലോണ്ട്രി മെഷീൻ ഉണ്ട്, ഷവേഴ്സ് ഉണ്ട്, ബാത്ത്സപ്പ് ഉണ്ട്, ഹാൻഡ് വാഷ് ബേസിൻസ് ഉണ്ട്. ഇതെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്താണ് ഈ 304 liters. ഇറ്റ്സ് എൻ അസ്യൂംഡ്, ആസ് ഐ സെഡ്, ഇറ്റ്സ് അസ്യൂംഡ് ഫിഗർ. ഇറ്റ് ഇസ് ലിറ്റേഴ്സ് പെർ ഡേ. അപ്പോൾ ഒരു മനുഷ്യൻ മിനിമം 300 liters പെർ ഡേ എങ്കിലും ഉപയോഗിക്കും. ഇതെല്ലാം വേസ്റ്റ് വാട്ടറുമാണ്. ഇനി നമ്മുടെ വീട്ടിൽ തന്നെ ഇനിയിപ്പോൾ ഒരു ഗ്രേ വാട്ടർ സിസ്റ്റം ഉണ്ടാക്കണമെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഗ്രേ വാട്ടർ സിസ്റ്റം ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ വീട്ടിലെ പൈപ്പുകൾ തന്നെ രണ്ടായിരിക്കണം. അതായത് നമ്മൾ കുളിക്കുന്ന വെള്ളം സെപ്പറേറ്റ് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഗ്രേ വാട്ടർ സിസ്റ്റം നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അതൊരു ഡ്രോബാക്കാണ്. അത് ഇപ്പോൾ ബിൽഡിങ്ങുകളിൽ അത് ചെയ്യണമെങ്കിൽ അതിൻ്റെ പ്ലംബിംഗ് വർക്ക് അടക്കം, നമ്മുടെ വാഷ്റൂമിലെ ഇതിൻ്റെയൊക്കെ ഫിറ്റിങ്സ് അടക്കം, അതിനുവേണ്ട പൈപ്പ് റൂട്ട് ചെയ്തിട്ട് അതിന് വാൽവ് അഡീഷണൽ സെറ്റ് ചെയ്ത് 3-way വാൽവ് സിസ്റ്റം ഒക്കെ ഉണ്ട്. അതൊക്കെ ചെയ്തെങ്കിൽ നമുക്ക് നടക്കാം. ഇനിയും അഥവാ പുതിയ വീട് ഇനി ആരെങ്കിലും പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, പ്ലീസ് നമ്മുടെ കുളിക്കുന്ന വെള്ളം സെപ്പറേറ്റ് ആയിട്ട് പോകാനുള്ള സംവിധാനത്തിലുള്ള പൈപ്പിംഗ് സിസ്റ്റം ഉണ്ടാക്കണം. ദെൻ യു ക്യാൻ തിങ്ക് ഓഫ് ഹാവിങ് എ ഗ്രേ വാട്ടർ സിസ്റ്റം ഇൻ യുവർ ഓൺ ഹോം. അപ്പം അതിൻ്റെ കുറേ സ്റ്റേജസ് ആണ്. ഐ ക്വിക്ലി റൺ ത്രൂ ദീസ്. അതിൻ്റെ കമ്പോണൻസ് എന്താ, അഥവാ നമ്മൾ ഡിസൈഡ് ചെയ്യാണ് ഒരു ഗ്രേ വാട്ടർ സിസ്റ്റം ഉണ്ടാക്കുക എന്ന് ചോദിച്ചാൽ, സോ വാട്ട് ആർ ദ കമ്പോണൻസ് ഇൻക്ലൂഡഡ് ഇൻ എ ഗ്രേ വാട്ടർ സിസ്റ്റം? നമ്പർ 1, ദിസ് ഷുഡ് ബി ട്രീറ്റഡ്. ദിസ് കോൾഡ് ദ പ്രീ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, നമ്മുടെ ഒരു ഷവർ അല്ലെങ്കിൽ ഒരു വാഷ്റൂമിൽ നിന്ന് പോകുന്ന വെളിയിൽ കൂടെ പോകുന്ന ആ പൈപ്പിൽ നിന്ന് ആദ്യം പോകേണ്ട ഒന്ന് പ്രീ ട്രീറ്റ് ചെയ്യുക. ഒരു ഫിൽട്ടർ സിസ്റ്റം ഉണ്ട്. ദർ ആർ മെനി കൈൻഡ് ഓഫ് ഫിൽട്ടർ സിസ്റ്റം. ബയോ ഫിൽറ്റേഴ്സ് ഉണ്ട്, നോർമൽ ഫിൽറ്റേഴ്സ് ഉണ്ട്. ലാർജർ പാർട്ടിക്കിൾസിനൊക്കെ അത് ഫിൽട്ടർ ചെയ്യും. ചിലയിടത്ത് അത് ഇനി അടുത്തുകൊണ്ട് സാൻഡ് ഗ്രാവൽ ഫിൽറ്റർ എന്നൊക്കെ പറയും. അതൊന്നുകൂടെ പോളിഷ് ചെയ്യാണ് വാട്ടറിനെ. അപ്പോൾ സാൻഡ് ഫിൽറ്ററിങ് എന്നൊക്കെ പറഞ്ഞാൽ അഗെയിൻ ഇറ്റ്സ് എ പോളിഷിങ് ഓഫ് വാട്ടർ. നമ്മുടെ വീടുകളിലെ കിണറിലൊക്കെ ശരിക്കും പറഞ്ഞാൽ സാൻഡിൽ കൂടെ വന്നിട്ടാണ് നല്ല വെള്ളം നമ്മുടെ കിണറുകളിൽ കിട്ടുന്നത്. അടുത്തതാണ് നമ്മുടെ pH കറക്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു ഹയർ pH കിട്ടുന്നതാണ് ആക്ച്വലി നല്ലത്. നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന സോപ്പുകളുടെയും ഡിറ്റർജൻസിൻ്റെയൊക്കെ ക്വാളിറ്റി അനുസരിച്ച് ദ pH ക്യാൻ ഗോ അപ്പ്. മേ ബി ഇറ്റ് വിൽ ഗോ എബോവ് 8 or 9. അപ്പോൾ അത് കുറയ്ക്കാൻ നമുക്കൊരു 6.5 to 8.5 ഒക്കെ വരെയുള്ള pH ലെവൽ നല്ലതാണ്. ഇറ്റ്സ് ഹെൽത്തി. അപ്പോൾ അത് കുറയ്ക്കാനായിട്ട് ചിലയിടത്ത് അതിനകത്ത് ആസിഡ് ഡോസിങ് ചെയ്യാറുണ്ട്, ഇഫ് ഇറ്റ് ഈസ് റിക്വയർഡ്. ഓക്കെ, സോ ദാറ്റ്സ് വൈ പുട്ട് ഇറ്റ്സ് ആൻ ഓപ്ഷണൽ ട്രീറ്റ്മെൻറ്റ്. നൗ ഇത്രയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ വി നീഡ് ടു മേക്ക് എ സ്റ്റോറേജ് ടാങ്ക് ഫോർ എ ഷവർ ഗ്രേ വാട്ടർ സിസ്റ്റം. അത് RCCയിൽ ചെയ്യാം, കോൺക്രീറ്റിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് തരത്തിലുള്ള സ്റ്റോറേജ് ടാങ്ക്സ് ഒക്കെ അവൈലബിൾ ആണ് നമ്മുടെ നാട്ടിൽ. Now the last one is the irrigation outlets. So if we decide that we are going to use the grey water for irrigation, then you need to make a distribution system where it has to go. ഏതൊക്കെ സ്ഥലത്ത് എവിടെയൊക്കെ ഉള്ള മരങ്ങൾക്കും ചെടികൾക്കും പൂക്കൾക്കും ഒക്കെ ഇത് വെള്ളം കൊടുക്കണം, എവിടെയൊക്കെയാണ് ഗാർഡൻ ഉള്ളത്, എവിടെയൊക്കെയാണ് പ്ലാന്റ്സ് ഉള്ളത്, അതനുസരിച്ചിട്ട് ഒരു ഇറിഗേഷൻ നെറ്റ്വർക്കും ഉണ്ടാകും. ഞാൻ ഇതിൻ്റെ എസെൻഷ്യൽ കമ്പോണൻസ് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ
അപ്പോൾ നമ്മുടെ വീടുകളിൽ ഒരു ഗ്രേ വാട്ടർ സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ വേണ്ട കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നതെല്ലാം. ആദ്യമായിട്ട് ഇതിൻ്റെ ലൊക്കേഷൻ സെലക്ട് ചെയ്യണം. പൈപ്പിംഗ് റൂട്ടൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു ഡിസൈഡ് എ ലൊക്കേഷൻ. അതിൻ്റെ ഡ്രെയിനേജിനെ കുറിച്ച് നമുക്ക് പിന്നെ ചെക്ക് ചെയ്യണം. ഓക്കെ, സോ ചെക്ക് ദാറ്റ് യുവർ ഡ്രെയിൻസ് അറ്റ്ലീസ്റ്റ് 5 feet ഹയർ ദാൻ the destination. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഒരു 10-11 പോയിന്റ് നമ്മളൊന്ന് കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ ഒരു ഗ്രേ വാട്ടർ സിസ്റ്റം ഉണ്ടാക്കുന്നതിന് മുന്നേ കൺസിഡർ ചെയ്യേണ്ട ഒരു 10-11 കാര്യങ്ങൾ. എസെൻഷ്യലായിട്ട് അതിൻ്റെ ഒരു സയൻറ്റിഫിക് രീതിയിൽ നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ യു ഹാവ് ടു ഫോളോ ദീസ് സ്റ്റെപ്സ്. ദീസ് ആർ സം ഓഫ് ദ ടിപ്സ് വിച്ച് വിൽ ഹെൽപ്പ് us ടു മേക്ക് a manageable ഗ്രേ വാട്ടർ സിസ്റ്റം. ഇനി ഇതിന് വേറെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിന് ചെയ്യാനുണ്ട്. നമ്മൾ അഥവാ എൻ്റെ ലെഫ്റ്റ് സ്ക്രീൻ നോക്കുക, ഇതിന് 2 കാര്യങ്ങൾ കാണാം. ഒന്ന് സർജ് ടാങ്ക് അല്ലെങ്കിൽ ഒരു സെറ്റിലിംഗ് ടാങ്ക് എന്ന് പറയും. അടുത്തൊരു ഫിൽറ്റർ ബാഗുമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു ഈ ഷവർ വേസ്റ്റിൽ ഗ്രേ വാട്ടറിൽ തന്നെ അതിനകത്ത് ചെറിയ പാർട്ടിക്കിൾസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ പാർട്ടിക്കിൾസിനെ ഒന്ന് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ടാങ്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർജ് ടാങ്ക്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, അതിനകത്ത് പാർട്ടിക്കിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് താഴെ പോയി സെറ്റിൽ ചെയ്യും. ബിക്കോസ് ഇറ്റ് ഹാസ് ഗോട്ട് ദ വെയിറ്റ്. അപ്പോൾ ആ ക്ലിയർ വെള്ളം മാത്രമേ നമുക്ക് മേലെ കൂടെയുള്ള പൈപ്പിൽ കൂടെ പോകുള്ളൂ. അപ്പോൾ ഇതൊരു നല്ല മാർഗമാണ്. ഇതിന് സെറ്റിലിംഗ് ടാങ്ക് എന്നും പറയും. ഇനി അടുത്തതാണ് ഫിൽട്ടർ ബാഗ്. ഈ ഫിൽട്ടർ ബാഗിൻ്റെ കാര്യം നമ്മൾ ഡോക്ടർ കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞിരുന്നു, മഴ പെയ്യുമ്പോൾ തുണിയൊക്കെ വിരിച്ചിട്ട് അതൊരു തുണിയിൽ കൂടെ പാസ് ചെയ്യുന്നത് കാര്യം പറഞ്ഞത്. സെയിം പ്രോസസ്സാണ്. കാര്യം എന്തിനാണ്, ഇതിനകത്തുള്ള ഈ പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ പറയുന്ന ഇതെല്ലാം ഒരു സയൻറ്റിഫിക് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഒരു ലോങ് റണ്ണിൽ ചെയ്യാൻ പോകുന്ന ഗ്രേ വാട്ടർ സിസ്റ്റം ആണെങ്കിൽ ഈ പറയുന്ന സിസ്റ്റങ്ങളെല്ലാം കൺസിഡർ ചെയ്യണം. അപ്പോൾ എന്ത് പറ്റുന്ന, നമ്മുടെ ഡ്രെയിൻ പൈപ്സ് ഒന്നും ബ്ലോക്ക് ആവില്ല, നമുക്ക് ക്ലിയർ വെള്ളം എപ്പോഴും കിട്ടും. അപ്പം ഇതെല്ലാം ഇതിൻ്റെ ഒരു എഞ്ചിനീയറിംഗ് സൈഡാണ് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഫിൽട്ടർ അടക്കം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ കിട്ടും. അതിൻ്റെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ക്ലീനിങ്ങുകളും ഒക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നടത്തണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാനിവിടെ ഈ മനോഹരമായ പിക്ചറിൽ കൊടുത്തിരിക്കുന്ന എല്ലാ എക്സാമ്പിൾസ് അതിൻ്റെ സാമ്പിൾസ് ആണ്. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരുപാട് ഗ്രേ വാട്ടർ സിസ്റ്റംസിൻ്റെ ഒരു ഗ്രാഫിക്കൽ ഡിസ്പ്ലേ മാത്രമേ ഞാനിവിടെ കാണിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ നടുക്കായിട്ട് ശരിക്കും ഒറിജിനലായിട്ടുള്ള ഒരു ഗ്രേ വാട്ടർ സിസ്റ്റം കാണാം. അതൊരു സാമ്പിളാണ്. നോക്കിക്കേ, നമ്മുടെ വാഷ്റൂമിൽ നിന്ന് വരുന്ന ആ ഗ്രേ വാട്ടർ ഇവിടെ ഇതാണ് എൻ്റെ സെറ്റിലിംഗ് ടാങ്ക് എന്ന് ഞാൻ പറഞ്ഞത്. അവിടുന്ന് പോയിട്ട് ഇത് സെറ്റിൽ ചെയ്തിട്ട് മേളിൽ കൂടെ ഇതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള വെള്ളം പോയി ഇതുവഴി ഇങ്ങനെ പൊടുവേ പോയിക്കൊണ്ടിരിക്കും. ഇതാണ് അതിൻ്റെ ഔട്ട്ലെറ്റ്. നിങ്ങൾക്ക് കാണാം, ഇതുവഴി വെള്ളം വരുന്നു. ഈ ക്ലിയർ വാട്ടർ മാത്രമേ എപ്പോഴും വെളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. സോ നമ്മുടെ ആ വെള്ളത്തിൽ അധികം ഡർട്ട് കാണാനുള്ള സാധ്യതയില്ല. അപ്പം ഇങ്ങനെയാണ് ഈ ഗ്രേ വാട്ടർ സിസ്റ്റത്തിൻ്റെയൊക്കെ ഒരു റെപ്രസെൻറ്റേഷൻ. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ പ്രിമൈസിലൊക്കെ തന്നെ നമുക്ക് അധികം ഈ പറഞ്ഞ പോലെ വാട്ടർ സേവിങ് നടത്തി നമുക്ക് അതിമനോഹരമായ രീതിയിലുള്ള ലാൻഡ്സ്കേപ്പിങ്ങും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ചെയ്യാനായിട്ട് സാധിക്കും. ഇനി കുറച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറേ ഗൈഡ് ലൈൻസ് ഉണ്ട്. ഈ ഗ്രേ വാട്ടർ സിസ്റ്റം അഥവാ നമ്മുടെ വീട്ടിലുണ്ടാക്കി അത് നമ്മൾ റീയൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പിന് അല്ലെങ്കിൽ ഇറിഗേഷൻ പർപ്പസിന് അല്ലെങ്കിൽ ചെടി നനയ്ക്കാനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ കാണേണ്ട കുറേ ഗൈഡ് ലൈൻസ് ഉണ്ട് ആക്ച്വലി ഇതിനകത്തുണ്ട്. അപ്പോൾ അത് ഒന്നാമത്തേത്, ഡോണ്ട് സ്റ്റോർ ഗ്രേ വാട്ടർ മോർ ദാൻ 24 hours. ഇതിൻ്റെ കാര്യം എന്താ വെച്ചാൽ നമ്മൾക്ക് ഇത് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അഥവാ നമ്മളൊരു സ്റ്റോറേജ് ടാങ്ക് ഉണ്ടാക്കിയാൽ അത് അപ്പം തന്നെ നമ്മളത് ഉപയോഗിക്കണം. സോ ഡോണ്ട് സ്റ്റോർ ഇറ്റ് ഫോർ മോർ ദാൻ 24 hours. അങ്ങനെ അത് സ്റ്റാഗ്നൻ്റ് ആയിട്ട് കിടന്നു കഴിഞ്ഞാൽ കുറേ അതിന് സ്മെല്ലുണ്ടാവും, ഓഡർ പ്രോബ്ലം ഉണ്ടാവും.
അല്ലെങ്കിൽ അതിൻ്റെ ഈ പറയുന്ന സോപ്പിൻ്റെയൊക്കെ ആ എഫക്റ്റ് പോയി കഴിഞ്ഞാൽ ഇറ്റ് സ്റ്റാർട്ട് സിങ്കിങ് സ്മെല്ലുണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. രണ്ടാമത് നമ്മൾ ഒരു ഗ്രേ വാട്ടർ സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതുമായിട്ടുള്ള ഡയറക്റ്റ് കോണ്ടാക്ട് ഒഴിവാക്കണം. നമ്മൾ ചെടി നനയ്ക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ യൂസ് എ ഗ്ലൗസ് ടു പ്രൊട്ടക്ട്. കാര്യം അതിനകത്തും എന്തെങ്കിലും അഥവാ ഈ മൈക്രോ ഓർഗാനിക് പാർട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ഗിവ് യു സം കൈൻഡ് ഓഫ് ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ഇങ്ങനൊരു സിസ്റ്റം ഉണ്ടാക്കിയാൽ തന്നെ നമ്മൾ ചെയ്യേണ്ടത് അത് ഗ്രൗണ്ടിലേക്ക് തന്നെ, നമ്മുടെ മണ്ണിലേക്ക് തന്നെ ഇൻഫിൽട്രേറ്റ് ചെയ്യണം. അതായത് അത് ഭൂമിയുടെ മേലെ അങ്ങനെ പരന്ന് കിടന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ വീണ്ടും ഇതിനകത്ത് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരുപാട് കൊതുകുകളെ കൊണ്ടൊക്കെ ശല്യമുണ്ട്. അപ്പോൾ ഇത് ഡയറക്റ്റ് ഭൂമിയിലേക്ക് പോകുന്ന തരത്തിൽ വേണം ഇതിൻ്റെ പൈപ്പിംഗ് സിസ്റ്റം ഒക്കെ ചെയ്യാൻ. രണ്ടാമത്തേത്, ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഈ പമ്പുകളൊന്നും ഉപയോഗിക്കാതെ ഗ്രാവിറ്റി ഫോഴ്സിൽ കൂടെ ഇതിൻ്റെ ടാങ്കും ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തേത് പമ്പൊക്കെ ചെയ്തിട്ട് അത് ഇത് പമ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സോ ദാറ്റ് യു ക്യാൻ സേവ് ദി ഇലക്ട്രിസിറ്റി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ 3-way വാൽവ് ഒക്കെ നമ്മുടെ ബാത്റൂമിലൊക്കെ പിടിപ്പിക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം, നമുക്കിത് മഴക്കാലമൊക്കെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇത് ഉപയോഗിക്കേണ്ടത് വരുമ്പോൾ യു ക്യാൻ ബൈപ്പാസ് ഇറ്റ് ടു എ ഡ്രെയിൻ, അല്ലെങ്കിൽ ഒരു സെപ്റ്റി ടാങ്കിലൊക്കെ ചെയ്യാം. അപ്പം അതുകൊണ്ടാണ് ഈ 3-way വാൽവ് സിസ്റ്റമൊക്കെ പ്ലംബിങ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചുള്ള നല്ല ധാരണയുണ്ട്. നമുക്ക് അത് 2-3 പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൈപ്പ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ട് വേണമെങ്കിലും ആ വാട്ടർ ഫ്ലോയെ കൺട്രോൾ ചെയ്യാം. അടുത്തത്, അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഈ ഗ്രേ വാട്ടർ അഥവാ നമ്മൾ ഡിസൈഡ് ചെയ്യുകയാണ് നമ്മൾ ഇറിഗേഷന് വേണ്ടി യൂസ് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വീടുകളിലെ ചുറ്റിരിക്കുന്ന മരങ്ങളിലൊക്കെ ഒരു ഐഡിയ ആയി എവിടെയൊക്കെ നമുക്ക് ഏരിയകളുണ്ട്. അപ്പോൾ അത്രയും മാത്രമേ നമുക്ക് സ്റ്റോറേജ് ചെയ്താൽ മതിയാവും. ബാക്കി ഈ പറയുന്നത് ഡ്രെയിനിലേക്ക് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റിൽ പറയുന്ന കാര്യം, യൂസ് എൻവയൺമെൻറ്റ് ഫ്രണ്ട്ലി സോപ്പ് ആൻഡ് അതർ ഡിറ്റർജൻറ്റ് പ്രോഡക്റ്റ്. ഇപ്പോൾ ഒരുപാട് തരത്തിലുള്ള എൻവയൺമെൻറ്റ് ഫ്രണ്ട്ലി ഈ സോപ്പൊക്കെ വരാറുണ്ട്. അതിനകത്ത് കെമിക്കൽ കണ്ടൻ്റ് ഒക്കെ കുറയുന്നുള്ള ഒരുപാട് തരത്തിലുള്ള ഡിറ്റർജൻസും ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന തരത്തിലുള്ള നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള കണ്ടാമിനേഷൻ ഒക്കെയും കുറവായിരിക്കും, അതിൽ നിന്നുള്ള എഫക്റ്റും തീരെ കുറവായിരിക്കും. അടുത്താണ്, ദർ ആർ സം ചലഞ്ചസ് ഓൾസോ ഫോർ ഗ്രേ വാട്ടർ സിസ്റ്റം. ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒക്കെ ആൾക്കാരും അവരൊരു കൺസേൺ റേസ് ചെയ്യുന്നുണ്ട്. അവർ പറയുന്നത് ഗ്രേ വാട്ടർ ഈസ് ഓൾസോ കണ്ടാമിനേറ്റഡ്. കാര്യം അത് ഒന്നാമത് നമ്മുടെ വാഷ്റൂമിൽ നിന്നാണ്, അതിനകത്തു നിന്ന് വരുന്ന പാത്തജൻസിൻ്റെ ഒക്കെ കണ്ടന്റ് അതിനകത്ത് കാണാം. അതുകൊണ്ട് അതിന് കുറേ ഹെൽത്ത് പെർസെപ്ഷൻസ് ഉണ്ട്. Some health official says don't use this for irrigation purpose. It will also affect to the plant and irrigation. Plantation പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന് ഉള്ള വേറൊരു ചലഞ്ച് നമ്മുടെ വീടുകളിൽ ഇപ്പം നിലവിലിരിക്കുന്ന വീടുകളിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ പ്ലംബിംഗ് വർക്ക് ഒന്നായിട്ടായിരിക്കും, കോമൺ ആയിട്ടായിരിക്കും ചെയ്യുന്നത്. നമ്മുടെ വാഷ്റൂമിലൊക്കെ വേസ്റ്റ് വാട്ടറിൻ്റെ ഗ്രേ വാട്ടറും ബ്ലാക്ക് വാട്ടറും ഒക്കെ ഒരുമിച്ചായിരിക്കും. അപ്പം നമുക്കത് സെഗ്രിഗേറ്റ് ചെയ്യാൻ വേണ്ടി അതിന് വേണ്ടിയിട്ടുള്ള ഒരു അഡീഷണൽ മോഡിഫിക്കേഷനൊക്കെ ചെയ്യേണ്ടി വരും. നേരത്തെ ഞാൻ പറഞ്ഞു ഈ ഒരു 24 hours കൂടുതൽ ഷെൽഫ് ലൈഫ് ഇല്ല ആക്ച്വലി ഈ ഗ്രേ വാട്ടറിന്. അത് ഓപ്പൺ ആണെങ്കിലും അല്ലെങ്കിലും അതിൻ്റെ ഏറ്റവും നല്ലത് അത് ഉപയോഗിക്കുന്ന 24 hours തന്നെ റീയൂസ് ഉണ്ടെങ്കിൽ നല്ലതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പൂളിംഗ് ഓഫ് വാട്ടർ, അതായത് ഒരുപാട് നമ്മുടെ ലോണിലൊക്കെ ആണെങ്കിലും ഈ ഒരുപാട് വാട്ടർ യൂസ് ചെയ്തത് അപ്പോൾ നമ്മുടെ ചെടികൾക്കൊക്കെ ചിലപ്പോൾ അത് പ്രശ്നം വരാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഗ്രേ വാട്ടറിൻ്റെ നെഗറ്റീവ് ഇഫക്ട്സ് കാരണം അത് എൻവയറമെൻറ്റിനെ ബാധിക്കുമെന്ന് പറയുന്ന ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ചില കൺസേൺസ് ഒക്കെയും പൊതുവെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ നമ്മുടെ നാട്ടിൽ ഈ സിസ്റ്റം ഇല്ലാത്ത കാരണം ഇവിടെ ഒക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെയുള്ള ഗ്രേ വാട്ടർ സിസ്റ്റം പോലും അതിനുവേണ്ട ഒരു മിനിമം ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടുത്തെയൊക്കെ ഗാർഡനുകളിലും പാർക്കുകളിലും ഒക്കെ ഉപയോഗിക്കുന്നത് കൂടുതലും ഗ്രേ വാട്ടറാണ്. കാര്യം അത് ആൾക്കാരൊക്കെ വരുന്നതാണ്, അവരുമായിട്ടൊക്കെയുള്ള ഒരു കോണ്ടാക്റ്റ് ഉള്ള കാരണം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതും ഗ്രേ വാട്ടർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് വെള്ളമാണ്. എസ്പെഷ്യലി മസ്കറ്റ് പോലെയുള്ള ഗൾഫ് കൺട്രികളിലും മറ്റു പലയിടത്തും ഈവൻ ദർ ആർ മെനി പ്ലേസസ്
they reuse the treated sewage effluent for irrigation purpose. ഇനി ഇതിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്പർ 1, water conservation. We are conserving a lot of water. We are saving a lot of water. Fresh water actually. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ KWA പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കിണറ്റിൽ നിന്നാണെങ്കിൽ അതിനൊരു കോസ്റ്റ് ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ പമ്പ് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ സ്റ്റോറേജ് ഉപയോഗിക്കുന്നു. സോ ഇൻ ഓവറോൾ വി ആർ റെഡ്യൂസിങ് ദി ഫ്രഷ് വാട്ടർ യൂസേജ് കുറയ്ക്കുന്നുണ്ട്. രണ്ടാമത്തേത് ലോവർ യൂട്ടിലിറ്റി ബിൽസ്. നമ്മൾ കൊടുക്കുന്ന യൂട്ടിലിറ്റി ബില്ലും കുറയുന്നുണ്ട് ഇതിന് അനുസരിച്ചിട്ടുള്ളത്. അടുത്ത ബെനിഫിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിന് നേരത്തെ പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള കുറേ ചലഞ്ചസ് ഉണ്ടെങ്കിലും ഇഫ് ഇറ്റ് കെയർഫുള്ളി ഹാൻഡിൽഡ്, ഇഫ് ഇറ്റ് പ്രോപ്പർലി യൂസ്ഡ്, നമുക്ക് ഇതിൻ്റെ ന്യൂട്രിയൻ വാല്യൂ നമ്മുടെ വെജിറ്റേഷന് തീർച്ചയായിട്ടും കിട്ടും. മിനിമം ട്രീറ്റ്മെൻറ്റിൽ കൂടെ നമ്മൾ നമ്മുടെ വീടുകളിൽ തന്നെ ഉപയോഗിക്കുന്ന ഗ്രേ വാട്ടർ സിസ്റ്റം, ഇനിയിപ്പോൾ അങ്ങനെ നിലവിലില്ലേ തന്നെ അതിൻ്റെ വേണ്ടി വരുന്ന പൈപ്പ് വർക്കുകളും മറ്റുമൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് എൻവയറമെൻറ്റ് ഫ്രണ്ട്ലി ആണ്. വി ആർ റെഡ്യൂസിങ് ദി വാട്ടർ, ദി എമൗണ്ട് ഓഫ് വാട്ടർ, വി ആർ സേവിങ് മണി, വി ആർ സേവിങ് പവർ. പിന്നെ ഈ പറയുന്ന ഒരു ന്യൂട്രിയൻസ് പ്ലാന്റ്സിന് അല്ലെങ്കിൽ നമ്മുടെ ചെടികൾക്കൊക്കെ കിട്ടാനുള്ളൊരു അഡീഷണൽ സാധ്യതകളുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ സെഷൻ പ്രത്യേക ഈ ഗ്രേ വാട്ടർ സിസ്റ്റത്തിൻ്റെ കൊണ്ട് മാത്രമായിരുന്നു. അപ്പോൾ ഇതാണ് ഞാനൊരു മിനിമം രീതിയിൽ നമ്മുടെ വീടുകളിലോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലോ, ഇപ്പോൾ ഫ്ലാറ്റുകളിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇത് ചെയ്യാവുന്നതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ അവിടെയും ഈ പറയുന്ന ചലഞ്ചസുകൾ ഒരുപാടുണ്ട്. എൻ്റെ അറിവിൽ പുതിയതായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ പണിയുന്ന ഫ്ലാറ്റുകളിൽ ഈ ബ്ലാക്ക് വാട്ടറും ഗ്രേ വാട്ടറും സെപ്പറേറ്റ് ആണ് ചെയ്യുന്നത്. പക്ഷെ അവിടെയും ഇതിൻ്റെ ഒരു പ്രോപ്പർ യൂസേജ്, അതിൻ്റെ പ്രോപ്പർ സ്റ്റോറേജ് ഒക്കെ എങ്ങനെ ഉണ്ടെന്നുള്ളതിനെ അത് അന്ന് ഡിസൈൻ ചെയ്ത അതിൻ്റെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ഒരു ലെവൽ വരിക്കും. പക്ഷേ നമ്മൾ ഇപ്പം ചെയ്യാൻ പറ്റുന്നത്, നമ്മൾക്ക് തന്നെ ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ, നമ്മളൊരു വീട് പണിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യത്തെക്കുറിച്ച് ആലോചിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഫ്ലാറ്റ് മേടിക്കുന്നവരാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് തിരക്കാൻ പറ്റും. എൻ്റെ അറിവിൽ കൊച്ചിയിൽ തന്നെ ഈ പറയുന്ന കൺസെപ്റ്റുകളിലൊക്കെ വാട്ടർ സേവിങ്ങും വാട്ടർ റീസൈക്ലിങ്ങും ഒക്കെ നടത്തുന്ന അനേകം ഫ്ലാറ്റുകൾ കൊച്ചിയിലുണ്ട്. ഒരു 4-5 വർഷം, മേ ബി ഒരു 10 വർഷമായിട്ട് പണിയുന്ന ഫ്ലാറ്റുകളിലൊക്കെയും എങ്ങനെ വാട്ടർ സേവിങ് നടത്താവുന്നു, അതിൻ്റെ റീസൈക്ലിങ്ങും റീയൂസും ഒക്കെ ചെയ്യാവുന്നതിനെക്കുറിച്ച് വളരെ ഒരു നല്ല പ്ലാനിങ്ങോട് കൂടി ചെയ്യുന്ന അനേകം ഫ്ലാറ്റുകളുണ്ട്, ബിൽഡേഴ്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഇത് സ്ലോലി ദേ ആർ കമ്മിങ് ടു എ പോയിന്റ് ഹൗ ദ വാട്ടർ ക്യാൻ ബി, the fresh water consumption can be saved or reduced, or how we can recycle the wastewater generated from our own source. ഇതാണ് ഇന്നത്തെ ഈ സബ്ജക്റ്റിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു വെരി മച്ച് ഫോർ എവറി വൺ to listen me on this particular the topic of grey water. If anyone has any questions to ask or any clarifications are required, please we welcome to have your questions and will address to give you an answer for this. Sabu sir. Okay sir, thank you. Sir, the slide on the Yes. ഓക്കെ, അപ്പോൾ വളരെ മനോഹരമായിട്ട് എങ്ങനെയാണ് ഗ്രേ വാട്ടർ അല്ലെങ്കിൽ ഗ്രീൻ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. പൊതുവെ നമ്മുടെ കേരളത്തിലോ ഒക്കെ അങ്ങനെയുള്ള ഭവനങ്ങൾ ഇല്ല എന്ന് വേണം ചിന്തിക്കാൻ. എന്നെ സംബന്ധിച്ചോളം അങ്ങനെയുള്ള, പക്ഷെ ഫ്ലാറ്റുകളിലൊക്കെ മിക്കവാറും ഈ സിസ്റ്റം ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഈ പറയുന്ന 3 തരത്തിലുള്ള കണക്ടിവിറ്റി ഒക്കെ ഉണ്ട്. പക്ഷെ അത് ചെന്ന് ചേരുന്നത് മിക്കവാറും ഒക്കെ ഒരേ ടാങ്കിലേക്ക് ആയിരിക്കും എന്നുള്ളതാണ്. അതിന്റെ ഭാഗത്തൊരു സെപ്പറേഷനോ അവിടെ ഒരു റീസൈക്കിളിന്റെ റീയൂസിന്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് പൊതുവേ നടക്കുന്നത്. പുതിയതായിട്ട് വരുന്ന ഫ്ലാറ്റുകൾ എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പൊ ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൽ ഈ സെപ്പറേഷൻസ് ഉണ്ട്. ഓരോ ടൈപ്പ് വാട്ടറും പോകാൻ സെപ്പറേറ്റ് ഔട്ട്ലെറ്റുകളുണ്ട്. പക്ഷെ അത് ചെന്ന് ചേരുന്ന ഏകദേശം എല്ലാം ഒരേ ടാങ്കിൽ തന്നെയാണ്. ആ രീതിയിലാണ് അത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഇപ്പം നിലവിൽ. പിന്നെ എനിക്ക് ഒരു സംശയമുള്ളത്,
നമ്മുടെ വീടുകളിൽ ഇപ്പൊ നമുക്കൊരു 1000 സ്ക്വയർ ഫീറ്റുള്ള ചെറിയൊരു വീടാന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു വീട്ടില് ഈ പറയുന്ന ഗ്രേ വാട്ടറിനെ നമ്മൾ റീസൈക്കിൾ ചെയ്ത് നമുക്ക് നമ്മളുടെ ലാൻഡ്സ്കേപ്പിനൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് വരണമെങ്കിൽ ഈ ഫിൽട്ടർ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ഇനിഷ്യൽ കോസ്റ്റ് എന്ന നിലയിൽ എത്ര രൂപയാകാം എന്നുള്ളതിനെ കുറിച്ചൊരു ചോദ്യം എനിക്കുണ്ട്. അതിനെക്കുറിച്ച് സാർ ഒന്ന് ഓക്കെ. പറയാം. സാർ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കോസ്റ്റിങ്ങിന്റെ പാർട്ട് കൂടെ ചെയ്യേണ്ടതായിരുന്നു ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഞാൻ ഈ നാട്ടിൽ അവൈലബിൾ അല്ലാത്തൊരവസ്ഥയുണ്ട്. നാട്ടിൽ റിയൽ കോസ്റ്റിങ് ഞാൻ ചെയ്തിട്ടില്ല. അതിന് വേണ്ടുള്ള കോസ്റ്റിങ് തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത സെഷനിൽ ഞാനത് അഡ്രസ്സ് ചെയ്തിട്ട് എൻ്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇത് ചെയ്യുന്ന ഒരുപാട് നല്ല രീതിയിൽ അതിനെക്കുറിച്ച് അറിവുള്ള ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ എഞ്ചിനീയറിംഗ് കമ്പനികളുണ്ട്. പ്രത്യേകം തന്നെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് മെയിൻ കോർ ബിസിനസ്സായിട്ട് ചെയ്യുന്ന ഒരുപാട് കമ്പനികളുണ്ട്. ഈ റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് സിസ്റ്റം, അതുപോലെ STP, ETP, RO പ്ലാന്റ് സിസ്റ്റം ഒക്കെ ചെയ്യുന്ന അനേകം നല്ല എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടുള്ള കമ്പനികളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സഹായത്തോടുകൂടി സാർ ഞാൻ ഈ പറയുന്ന ഒരു കോസ്റ്റിങ്ങിൻ്റെ പാർട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമ്മൾ അതിനെക്കുറിച്ചുള്ള ഒരു വിവരം തിരക്കിയിട്ട് അവതരിപ്പിക്കുന്നതായിരിക്കും. സാറിനോട് ഞാൻ ഇൻഫോം ചെയ്യാം. ഓക്കെ സാർ. കാരണം എന്താ വെച്ചാൽ നമ്മള് ഒരു ഗ്രീൻ വാട്ടറിലേക്ക് കൺവേർട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ചെയ്യുമ്പോൾ സാധാരണ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം അതായിരിക്കും, എങ്ങനെയാണ് അതിന്റെ കോസ്റ്റ് എന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. കാരണം ഇത് പിന്നെ ഇതിന്റെ ചലഞ്ചസ് തീർച്ചയായിട്ടും അത് പ്രാധാന്യമുള്ളത് തന്നെയാണ്. കാരണം അത് 24 hours കൊണ്ട് തന്നെ അത് റീയൂസ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് തീർച്ചയായിട്ടും ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം അല്ലെങ്കിൽ ഒരു പമ്പിംഗ് സിസ്റ്റം ഉപയോഗിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന ലാൻഡ്സ്കേപ്പിൽ എവിടെയെങ്കിലും ആ വാട്ടർ കൃത്യമായിട്ട് എത്തിക്കണം എന്നുള്ളതൊക്കെ ചലഞ്ചസ് തന്നെയാണ്. എങ്കിലും സ്കേഴ്സിറ്റി ഉള്ള സ്ഥലങ്ങളിൽ തീർച്ചയായിട്ടും ഇത് വളരെ തീർച്ചയായിട്ടും ഉപയോഗിക്കാം. വീടുകളിൽ പൊതുവെ അങ്ങനെ ഉപയോഗിച്ച് കണ്ടിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും അതിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടോക്കായിട്ട് വേണം ഇതിനെ കാണാൻ. അങ്ങനെ ഒരു സിസ്റ്റം തീർച്ചയായിട്ടും ഡെവലപ്പ് ചെയ്യുന്നത് നല്ലതാണ്. ഇനിഷ്യലി ഈ പറയുന്ന രീതിയിൽ ഒരു 3-way സിസ്റ്റം അതിനുണ്ടായിരിക്കണം എന്നുള്ളതാണ് അതിന്റെ ഫസ്റ്റ് പോയിന്റ്. ബാക്കി പിന്നെ ഫിൽട്ടർ പാർട്ടുകൾ. അതെ, ഫിൽട്ടർ പാർട്ട് സാർ എന്തായാലും നമ്മൾ ഒരു കാര്യം സാബു സാർ, നമ്മൾ ഇതിൻ്റെ ഒരു കോസ്റ്റ് നോക്കുമ്പോൾ ഒരു ഇനിഷ്യൽ കോസ്റ്റ് ഉണ്ടാവും. പക്ഷെ നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബാക്കി ആ കോസ്റ്റ് നമ്മളൊരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് നോക്കുമ്പോൾ എന്തായാലും ഇത് അത്ര വലിയൊരു കോസ്റ്റ്ലി അഫെയർ ആകാൻ പോകുന്നില്ല. മിനിമം പൈപ്പിങ്ങും മിനിമം രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷനും അല്ലെങ്കിൽ ടാങ്ക് തന്നെ ഇപ്പോൾ ഒരുപാട് തരത്തിലുള്ള ടാങ്കുകളൊക്കെ വാങ്ങാം. എങ്കിലും അതിൻ്റെ ഒരു കോസ്റ്റ് ഉണ്ട്. യു ആർ അബ്സല്യൂട്ട്ലി കറക്റ്റ്. നമുക്ക് അതിന്റെ കോസ്റ്റിംഗ് എടുത്തിട്ട് ആ വിഷയത്തെ നമുക്ക് അഡ്രസ് ചെയ്യാം സാബു സാർ. താങ്ക് യു. യെസ് മനോജ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എൻ്റെ പേര് തങ്കപ്പൻ. പറയൂ സാർ. ഞാൻ ഇന്ത്യൻ കോണ്ടിനെന്റിലാണ്, ഓക്കെ, മുംബൈയിലാണ്. വെൽക്കം. ഓക്കെ, ഒരു നല്ലൊരു സബ്ജക്റ്റ്, ലൈഫ് ലൈൻ ഓഫ് ദ പ്ലാനറ്റ് വാട്ടർ, നന്നായൊരു സബ്ജക്റ്റിനെ പറ്റി സംസാരിച്ചു. പ്രത്യേകിച്ച് ആ 3 R's, റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ. അപ്പൊ അതിന്റെ ആ ലാളിത്യം അനുസരിച്ചായിട്ടാണ് മുകളിലോട്ട് പോണത്. റെഡ്യൂസ്, റീസൈക്കിൾ ആൻഡ് റീയൂസ് ആൻഡ് റീസൈക്കിൾ. അതിന്റെ ആ സീരിയസ്നെസ്സും ലാളിത്യവും അല്ലെങ്കിൽ പ്രായോഗികതയും അനുസരിച്ച് കൂടിക്കൊണ്ട് പോയിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, റെഡ്യൂസ് എന്ന് പറഞ്ഞാൽ എനിബഡി ക്യാൻ ഡു ഇറ്റ്. ഏത് മനുഷ്യരും ഒരു ടെക്നോളജി ഇല്ലാതെയും അത് പറഞ്ഞ കാര്യം നല്ല ഭംഗിയായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതായത് ആ ലാളിത്യത്തിൽ നിന്ന് മുകളിലോട്ട് സീരിയസ്നെസ്സിലേക്കും അല്ലെങ്കിൽ പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടിലേക്കും മുകളിലോട്ട് പോവാണ്. അപ്പൊ ആദ്യത്തെ കാര്യം ആ പറഞ്ഞു തന്ന ഒരു വളരെ നല്ല കാര്യം. അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ സ്ട്രെസ് ചെയ്യാൻ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഈ സ്കൂൾ പിള്ളേരിൽ അകത്ത് റെഡ്യൂസ് ചെയ്യാനാണ് എങ്ങനെ വെള്ളത്തിന് വേസ്റ്റേജ്, ദാറ്റ് ഈസ് റെഡ്യൂസ് എന്ന് പറഞ്ഞാൽ. റെഡ്യൂസിൻ്റെ അകത്ത് 2 തരത്തിലുള്ള, ഒന്ന് വേസ്റ്റേജും ഉണ്ട്, ഒന്ന് ലീക്കേജും ഉണ്ട്. ഈ മിക്കവാറും എല്ലാ വീടുകളിലോ അല്ലെങ്കിൽ എല്ലാ ഹൗസിംഗ് കോംപ്ലക്സിലും ഒക്കെ മിക്കവാറും എല്ലാ സ്ഥലത്തും ഈ വെള്ളം ഇങ്ങനെ ഒലിച്ചൊലിച്ച് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അത് ഒരു ദിവസത്തെ വാസ്തുവിന്റെ അനുസരിച്ച് അത് ഐശ്വര്യത്തിനെ നശിപ്പിക്കുന്ന, അവിടെ മനഃശാന്തിയെ നശിപ്പിക്കുന്ന, അവിടെ വെള്ളത്തിനെ നശിപ്പിക്കും. അപ്പൊ അത് ഈ ഒരു എല്ലാ രീതിയിലും നമുക്ക് മുന്നിലോട്ട് കൊണ്ടുവരുവാണെങ്കിൽ കുറെ ഏറെ കാര്യങ്ങൾ, നല്ലൊരു ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ പറ്റും. വെള്ളത്തിന്റെ കുറെ ഏറെ നല്ല അളവ് തന്നെ കുറയ്ക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ബോംബെയിലൊക്കെ തന്നെയാണ്, എവിടെ പോയി കഴിഞ്ഞാലും ഈ പൈപ്പ് പൊട്ടിക്കിടക്കുമായിരിക്കും. ഗാലൻസ് ഓഫ് വാട്ടേഴ്സാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പൈപ്പുകളെല്ലാം ഇറോഡഡ് ആയി പോയിരിക്കുകയാണ്. വെള്ളമെല്ലാം ലീക്കേജ് വന്ന് ഭിത്തികളെല്ലാം പൊട്ടി ഈവൻ സീവേജ് കൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഈ ചെറിയ ആ ഫസ്റ്റ് ഒരു ടെക്നോളജി ഇല്ലാതെ, ഒരു കാര്യമില്ലാതെ ഏതൊരു മനുഷ്യനും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും. സോ അതിനെ കൂടുതലായിട്ട് ഒന്നുകൂടെ നെക്സ്റ്റ് ലെസൻ്റെ അകത്ത് അതിനെ കുറെ കൂടെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുവാണെങ്കിൽ അത് വളരെ ഒരു നന്നായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. തീർച്ചയായിട്ടും
താങ്ക് യു. അതുപോലെ അത് സ്കൂളുകളിലും അതിപ്പോൾ ഓഫ് കോഴ്സ് വെരി നൈസ് ദാറ്റ് ഇതുപോലത്തുള്ള കാര്യങ്ങൾ ഈ പ്രധാനമായിട്ട് ഗൾഫ് കൺട്രീസ് നടക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു നിയമമുണ്ട്. അണ്ടനും അടകോടനും അല്ല അതിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ റൗഡിത്തരം ഉണ്ടോ അവനായിരിക്കും അത് കൺട്രോൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഹെൽമെറ്റ് ധരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോലീസുകാരൻ പറഞ്ഞാലേ ഹെൽമെറ്റ് നമ്മൾ ധരിക്കുള്ളൂ. നമ്മുടെ ജീവൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനുള്ള സീരിയസ്നെസ് ഇല്ല. എന്ന് പറഞ്ഞാൽ വെള്ളം പോയി കഴിയുന്നതിൻ്റെ സീരിയസ്നെസ് നമുക്ക് മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അതിനുള്ള പ്രധാനപ്പെട്ട ഒരേ ഒരു സ്രോതസ് നമ്മൾ സ്കൂളുകളും കോളേജുകളും ചെന്ന് ഈ പിള്ളേരോട് ഇതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഈ മനോജിനെ കൂട്ടുള്ള വെള്ളത്തിനെ ദൈവമായിട്ട് കണക്കാക്കുന്ന ഈ മനോജിനെ കൂട്ടുള്ള ആൾക്കാർ മുന്നോട്ട് വരുവാണെങ്കിൽ ഞങ്ങളെക്കൂട്ടുള്ള റോക്ക് മുല്ലപ്പൂമ്പൊടി ഏറ്റുകെടുക്കും പല്ലിനും ഉണ്ടാം സൗകര്യം. അപ്പം നിങ്ങളെക്കൂട്ടുള്ള ആ മുല്ലപ്പൊടികളായിട്ടുള്ള കാര്യങ്ങൾ ഇതുപോലെയുള്ള ലെസങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരുവാണെങ്കിൽ ഞങ്ങൾ അതൊരു സ്രോതസ്സായിട്ട് ഒഴുകി പലതരത്തിലുള്ള അറിവുകളും പലർക്കും കൊടുക്കാനായിട്ട് പറ്റുമെന്ന് ആഗ്രഹിക്കുന്നു. മനോജനെ കൂട്ടുള്ള ആൾക്കാരുടെ തലമുടി കൂടുതലായിട്ട് വരട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ താങ്ക് യു. മിസ്റ്റർ തങ്കപ്പനന്റെ കസിനാണ് ഇദ്ദേഹം. ബോംബെയിലാണ് താമസിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സെഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ബോംബെയിലെ വളരെ അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇദ്ദേഹം എന്നോട് ഷെയർ ചെയ്തിരുന്നു. അപ്പം തന്നെ പറഞ്ഞതാണ് ഏറ്റവും നമ്മൾ ഇത്രയും ഈ കുടിവെള്ളം തന്നെ ഉണ്ടാക്കിയിട്ട് അത് സിറ്റികളുടെ ഈ പറഞ്ഞുള്ള ലീക്കുകളിൽ കൂടെയാണ് അതിൻ്റെ 20% അതിൽ കൂടുതലുള്ള സിറ്റികളും ഉണ്ട്. 20% to 25% ലീക്കുകൾ കൂടി സിറ്റികളിൽ നഷ്ടപ്പെടുന്നുണ്ടെന്നാണ് അടുത്ത കാലത്ത് ഒരു പഠനം തന്നെ നടത്തിയത്. പലയിടത്തും ഉണ്ട് ഈ പറഞ്ഞ. താങ്ക് യു. മനോജ്, ഈ വേൾഡ് ഹെൽത്തിന്റെ നിയമം അനുസരിച്ച് ഒരു മനുഷ്യന് ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം ഉണ്ടാകണം യൂസ് ചെയ്യാന്നുള്ള വല്ല അറിവ് വല്ലതും കിട്ടാനുണ്ട്? എന്താണെന്ന് ചോദിച്ചാൽ ഞാനിത് ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ബോംബെ ഇരുന്നുകൊണ്ട് എനിക്ക് നാട്ടിലൊരു ഫ്ലാറ്റ് ഉണ്ട്, മനോജിന് അറിയുന്ന പോലെ. അപ്പം ഞാൻ ഈ ബോംബെ ഇരുന്നുകൊണ്ട് തന്നെ കേരളത്തിലെ വെള്ളത്തിന്റെ ഞങ്ങളുടെ ഫ്ലാറ്റിലെ വെള്ളത്തിന് വേണ്ടിയിട്ട് ക്രൂസൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം ഞങ്ങളുടെ ഫ്ലാറ്റിൽ വെള്ളത്തിന് കുറച്ച് പേരെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് ഗവൺമെന്റുമായിട്ട് ഡീൽ ചെയ്യാനായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ട് ചെറുപ്പക്കാരായിട്ടുള്ള നടത്തണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം KW ആയിട്ട് ഒരു ക്രൂസൈഡോ അല്ലെങ്കിൽ അതിനെന്തോ പറയണേ ഒരു ചെറിയ വാർ തന്നെ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വൈ വി ഷുഡ് നോട്ട് ഗെറ്റ് വാട്ടർ എന്നുള്ള രീതിയിൽ അത് ഉണ്ടാക്കാനായിട്ടുള്ള രീതിയിൽ ഒരു 3-4-6 മാസത്തിനുള്ളിൽ ഒരു പക്ഷേ എൻ്റെ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഐ വിൽ ഗെറ്റ് ഇറ്റ് ഓൾസോ. അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്കൊരു കാര്യം അറിയാനുണ്ടായിരുന്നു. മനോജ് ഒന്ന് പറയാം, എവിടുന്നെങ്കിലും കിട്ടാൻ പറ്റുമെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അനുസരിച്ച് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഒരു മനുഷ്യന് ഏകദേശം എത്ര ലിറ്റർ വെള്ളം യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു വിവരം കിട്ടുവാണെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ ഇതും കൂടെ എനിക്ക് കൂട്ടുവെച്ച് കേരള ഗവൺമെന്റുമായിട്ടൊന്ന് സംസാരിച്ചാലൊന്ന്. ഞാനത് ഇതിപ്പോ ഈ കഴിഞ്ഞ സ്ലൈഡിലും ഞാനത് കാണിച്ചിരുന്നു. 300 ലിറ്റർ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കൺട്രി ടു കൺട്രി അല്ലെങ്കിൽ പ്ലേസ് ടു പ്ലേസ് അത് മാറുന്നുണ്ട്. കാര്യം ഇത് ആൾക്കാരുടെ ഹാബിറ്റ് ആണല്ലോ. ഓക്കെ. അപ്പൊ അത് ഇപ്പൊ ഒരാൾ ഷവർ ചെയ്യുമ്പോൾ എത്ര നേരം വേണമെങ്കിലും അയാൾക്ക് ഷവറിന്റെ അത് വാട്ടർ ഉപയോഗിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ ശരിക്കുള്ള കണക്ക് ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ ആക്ച്വലി ഇറ്റ് ഈസ് 250 ലിറ്റേഴ്സ്. അതിന്റെ പെർ ക്യാപിറ്റ എന്നാണ് പറയുന്നത് 250. നമ്മുടെ ഇന്ത്യയിലെ കണക്കനുസരിച്ച്. പക്ഷേ ഒരിടത്തും അതല്ല. ഈ റീസെന്റ് തന്നെ ഒരു സ്റ്റഡി നടത്തിയിട്ട് കഴിഞ്ഞ സെഷനിൽ ഞാനത് പറഞ്ഞിരുന്നു. ഇന്ത്യൻ സിറ്റികളിലല്ല പൊതുവെ ഇന്ത്യൻ ഗ്രാമങ്ങളിലും ഒക്കെയും സർവേ നടത്തിയ സ്ഥലങ്ങളിൽ ഒരു 10-30 സ്ഥലത്തെ സർവേയുടെ ഒരു റിപ്പോർട്ടായിരുന്നു അത്. അതിനകത്ത് പറഞ്ഞിരുന്നത് 300 to 380 ലിറ്റേഴ്സ് പെർ പേഴ്സൺ പെർ ഡേ എന്നുള്ള പെർ ക്യാപിറ്റ കണക്കാണ് പറയാ. സോ ഓൺ ആൻ ആവറേജ് യു ടേക്ക് 300 liters. Okay, good. For calculation purpose. Correct. ഒരു അൺലോൺ ഫീൽഡും കൂടെ മനോജ് കാണിച്ചു തന്നിട്ടുണ്ട് ഇതിന്റെ ജോലി സാധ്യതകളും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ ആൾക്കാർ ഇത് പറഞ്ഞ പോലെ ഞാൻ തന്നെ ഫിസിക്കൽ കെമിസ്ട്രി പഠിച്ചിട്ട് വന്ന ആളാണ്. MSc കെമിസ്ട്രി പഠിച്ചിട്ടാണ് ഇപ്പം ഞാൻ HR അല്ലെങ്കിൽ ചെറിയ ഒന്നും അറിയാൻ പാടില്ലാത്ത ഫീൽഡുകളിൽ പെടുന്ന തട്ടിത്തെടുപ്പിച്ച് നോളജ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അപ്പം നമ്മുടെ എഡ്യൂക്കേഷനെ സംബന്ധിച്ചിടത്തോളം ഈ ജോലി സാധ്യതകളും ഈ കോർ എഡ്യൂക്കേഷൻ എന്ത് ചെയ്തു, എഞ്ചിനീയറായിട്ട് പോകട്ടെ, അല്ലെങ്കിൽ കെമിസ്ട്രി പഠിച്ചതിന് ശേഷം ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് പോവുക, കൊമേഴ്സ് പഠിച്ചതിന് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് പോവുക, ഇങ്ങനത്തെ ഒരു സ്യൂഡോ കൺസെപ്റ്റുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് നമ്മൾ കേരളത്തിൽ എവിടെയും താമസിക്കുന്നത്. അപ്പോൾ ഈ മനോജനെക്കൂട്ടുള്ള ആൾക്കാർ ഇതുപോലത്തെയുള്ള ചില കാര്യങ്ങൾ കരിയർ ഗൈഡൻസിലേക്കും കൂടെ വരുന്ന ആ ഒരു സാധ്യത കാണിച്ച് എനിക്ക് വളരെ ഒരു സന്തോഷം തോന്നി. ദാറ്റ്സ് എ വെരി ന്യൂ നോവൽ ഐഡിയ ഫോർ മീ ഓൾസോ ഫോർ എ അവയർനെസ്. കീപ് ഇറ്റ് അപ്പ്. അല്ല, അതുകൊണ്ട് മാത്രമാണ് കാര്യം. ഇത് പലയിടത്തും ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിന്റെ
ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് അതിൻ്റെ സെക്ഷനിലൊക്കെ വർക്ക് ചെയ്യുന്നപ്പോൾ വി ഹാവ് ഫേസ്ഡ് മെനി ഷോർട്ടേജ് ഓഫ് പീപ്പിൾ. ഞാൻ തന്നെ ഇന്ത്യയിൽ വന്നിട്ട് ചെന്നൈയിലും കൊച്ചിയിലും മുംബൈയിലൊക്കെ ചെന്നിട്ട് അനേകം ഇന്റർവ്യൂകൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന HR മാനേജർ ഉണ്ടായിരുന്നത്. സോ വി യൂസ് ടു കം ടു ഇന്ത്യ ഫോർ റിക്രൂട്ടിങ്. എന്നിട്ട് തന്നെ കിട്ടത്തില്ലായിരുന്നു. അത് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങൾ വർഷങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരു വളരെയധികം ആൾക്കാരെ ഇവിടെ ഇപ്പം നല്ല മാനേജറിയൽ പൊസിഷനൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ദേ സ്റ്റാർട്ടഡ് ദെയർ കരിയർ ആസ് എഞ്ചിനീയർ. റീസെൻ്റ്ലി അജിമാനിൽ നിന്ന് എൻ്റെ ഞാൻ റിക്രൂട്ട് ചെയ്ത ഒരാൾ എന്നെ വിളിച്ചിരുന്നു. വളരെ സന്തോഷം തോന്നി എന്നെ. ഹീസ് ദി ഓപ്പറേഷൻസ് മാനേജർ. ഈസ് എ ഡിപ്ലോമ ഗായ്. He has worked around 15 years. Now he's a manager in a good company. Correct. So this is why the potential is there. നമ്മുടെ അതൊരു പാരഡൈം ഷിഫ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. യു ഹാവ് ടു ചേഞ്ച് ദ പീപ്പിൾസ് മൈൻഡ്. അല്ലെ പിള്ളേരുടെയൊക്കെ മനസ്സ് മാറ്റണം. Why I touch this, people do not know. Even water industry ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ചോദിക്കുക, അങ്ങനെ ഒരു ഇൻഡസ്ട്രി ഉണ്ടോ? എന്താണ് നിങ്ങൾ ഈ വെള്ളത്തെക്കുറിച്ച് ഇത്രമാത്രമൊക്കെ വാചകം അടിക്കുന്നതെന്ന് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. സിൻസ് ഐ എം വർക്കിംഗ് ഓൺ ദിസ് വൺ വിത്ത് മൈ പാഷൻ, ഐ യൂസ് ടു അഡ്രസ് ദിസ് ഇഷ്യൂസ്. ഞാൻ അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഇങ്ങോട്ടൊരു സാധ്യത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഗുഡ്. ഈ വിങ്സ് ഓഫ് ലൈഫ്, ഡോക്ടർ സാബു സാർ, that 3 words is a beautiful combination. ഈ വിങ്സ് രണ്ടൊന്നുമല്ല, ലൈഫിന് കുറേ ഏറെ വിങ്സ് ഒക്കെ ഉണ്ടാകട്ടെ. അതിൽ ഒരു വിങ്ങാണ് ഈ വെള്ളവും അല്ലെങ്കിൽ മനോജനക്കൊണ്ടുള്ള ആൾക്കാർ. സാബു സാറ് ഇതുപോലത്തെയുള്ള ഒരുപിടി വിങ്സിനെ മുന്നോട്ട് കൊണ്ടുവന്ന് വരുവാണെങ്കിൽ നമുക്ക് എത്രയോ തരത്തിലുള്ളൊരു നല്ലൊരു പ്ലാനറ്റിനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സോ ഓൾ ദി ബെസ്റ്റ് ടു ഡോക്ടർ സാബു സാർ, ആൻഡ് യു ഹാവ് flowered and increase the number of wings. കഴിഞ്ഞ 3 വർഷമായി കഴിഞ്ഞ 3 വർഷമായി ഇതുപോലെ ഒത്തിരി വിങ്സിനെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതില് ഏറ്റവും അവസാനം എത്തിയ വിങ്സാണ്. ഗുഡ്. കറക്റ്റ്. ഇങ്ങനെയുള്ള അറിവുള്ള ആൾക്കാരെ ആരാധിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ, പ്രത്യേകിച്ച് ഡോക്ടർമാര്, ടെക്നീഷ്യന്മാര്, അല്ലെങ്കിൽ സീപ്പർമാര്, ഇങ്ങനെയുള്ള പ്ലംബർമാര്, ഇവരൊക്കെ എൻ്റെ ദൈവങ്ങളാണ്. അപ്പൊ ഈ വെള്ളത്തിനെ ആരാധിക്കുന്ന ആൾക്കാർ അവരും എൻ്റെ ദൈവങ്ങളാണ്. സോ ഐ ആം ഇൻക്രീസിങ് വൺ മോർ ഗോഡ് ടു മൈ വൊക്കബുലറി ആൻഡ് ടു മൈ മൈൻഡ് സെറ്റ്. ഡോക്ടർ, ഞാൻ നാട്ടിൽ ജനിച്ചു വളർന്നത് വൈക്കത്തിനടുത്ത് കടുത്തുരുത്തിക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ്, കോട്ടയത്തിൽ ഡിസ്ട്രിക്റ്റില്. എവിടെയാ? കോട്ടയംകാരനല്ലേ? എവിടെയാ? വൈക്കത്തിന്റെ അടുത്ത് ഞാൻ കടുത്തുരുത്തി എന്ന് പറഞ്ഞ മാൻമട്ടം കുറുപ്പന്തറ മേമുറി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഓക്കെ സാർ, നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, അടുത്ത് മനോജ് സാർ. പറയൂ സാർ. ഓക്കെ സാറ് ഒമാനിലെ എവിടെയാണ്? മസ്കറ്റിലെ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് സാറ്? ഞങ്ങൾക്ക് ഇവിടെ ഒരു കൺസൾട്ടിങ് ഫേം ഉണ്ട് സാർ, CEIC എന്ന് പറഞ്ഞിട്ട്. വി ആർ ഇൻ ടു എൻവയറമെന്റൽ, വി ആർ ഇൻ ടു വാട്ടർ ട്രീറ്റ്മെന്റ്, വി ആർ ഇൻ ടു വേസ്റ്റ് വാട്ടർ. ഹയയുടെ ഏതെങ്കിലും ഇതാണോ? ഇല്ല സാർ, ഹയക്ക് ഞങ്ങൾ ഗവൺമെന്റ് ഇപ്പൊ ഹയ ഇല്ലല്ലോ സാർ. ഇപ്പൊ ഇവിടെ അതെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് അത് വേറൊരു എൻറ്റിറ്റി. ഹയാണ് വേസ്റ്റ് വാട്ടറിലുണ്ട്. സാർ ഇവിടെ മസ്കറ്റിൽ വർക്ക് ചെയ്യുന്ന ആളാണോ? ഞാൻ മസ്കറ്റിലാണ്. ഞാൻ അല്ലമ്രാത്തിലാണ് ഇപ്പോൾ ഉള്ളത്. റൂവിലായിരുന്നു നേരത്തെ. റൂവിൽ നിന്ന് ഞാൻ അല്ലമ്രാത്തിലേക്ക് മാറിയിട്ടുണ്ട്. സാറിന്റെ നല്ല ക്ലാസ് ആയിരുന്നു, നല്ല വോയിസ് ആണ്, നന്നായിട്ട് തന്നെ അവതരിപ്പിച്ചു. അതിന്റെ ശരിക്കും ഒരു ക്ലാസ് എടുക്കേണ്ട എല്ലാ രീതികളും നന്നായിട്ട് തന്നെ, ഹാൻഡ് ജസ്റ്റേഴ്സ്, നല്ലൊരു വോയിസ് മോഡുലേഷൻ എല്ലാം ഉണ്ടായിരുന്നു. നേരത്തെ സാറ് വെള്ളം അമൂല്യമാണ്, ജലം അമൂല്യമാണ് എന്ന് ഇവിടെ ദുബായിലുള്ള ഒരു FM ചാനലുണ്ട്. അത് ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കും. എന്നിട്ട് ആരുടെങ്കിലും ഒരു കൊട്ടേഷനും ഉണ്ടാവും. അത് സാറ് കേട്ട് കാണുമായിരിക്കും. നേരത്തെ സാറ് വെള്ളത്തിനെ പറ്റിയിട്ട് പറഞ്ഞപ്പോൾ ജലത്തെ പറ്റിയിട്ട് കേൾക്കുമ്പോൾ വയനാടാണ് ഇപ്പൊ ആദ്യം തന്നെ ഓർമ്മ വന്നത്. ജീവൻ എടുക്കാനും ജീവൻ കൊടുക്കാനും വെള്ളത്തിനെ കഴിയും. പിന്നെ സാറ് ഇതിനകത്ത് ജോലിയുടെ കാര്യങ്ങളെ പറഞ്ഞു. ജലത്തിന്റെ PhD പറ്റി പറഞ്ഞു. ഗ്രേ വാട്ടർ എങ്ങനെ ഉപയോഗിക്കാം.
അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ സാറ് പറഞ്ഞു പോയി. നല്ലൊരു അറിവുണ്ടായിരുന്നു. നന്നായിട്ട് എനിക്കിത് ഒത്തിരി ഉപകാരപ്പെട്ടു. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ജോലി സാധ്യതയാണ്. ഇവിടെ ഗൾഫാറാണ് ഇതിന്റെ മെയിൻ്റെനൻസ്. ഹയയുടെ ചില ഇതൊക്കെ എല്ലാം പ്ലാന്റ് എല്ലാം ഗൾഫാറായിരുന്നു അതിൻ്റെ ഒരു മെയിൻ്റെനൻസ്. അതിൻ്റെ ഒരു പ്ലാന്റില് ഇലക്ട്രോണിക് അവരുടെ ഒരു കൺട്രോൾ ബോർഡുണ്ട് ഇലക്ട്രോണിക്. അതിന് കംപ്ലൈന്റ് ആയപ്പോൾ ആളില്ലായിരുന്നു ആ സാധനത്തിന്റെ മിസ്റ്റേക്ക് കണ്ടുപിടിക്കാനായിട്ട്. ഞാൻ പറഞ്ഞ റേറ്റ് അവർ ഓക്കെ പറഞ്ഞു. ഞാനത് ആദ്യമേ തന്നെ 3 ദിവസം പഠിച്ചു. എങ്ങനെയാണ് ഈ വെള്ളം എങ്ങനെയാണ് വേസ്റ്റ് വാട്ടർ പല പൈപ്പിൽ നിന്നുണ്ടല്ലോ വന്നത്. അവിടെ എന്ന് പറഞ്ഞാൽ പമ്പിങ് അല്ല, അവിടെ ഉള്ളതുകൊണ്ടല്ല, വാക്യൂമാണ്. വാക്യൂം ചെയ്തിട്ടാണ് വെള്ളം എടുക്കുന്നത്, ടാങ്കിലേക്കും എടുക്കുന്നത്. അപ്പം അതിന്റെ ഇതെല്ലാം നോക്കി പഠിച്ചിട്ട് ഞാനത് അവർക്കത് റിപ്പയർ ചെയ്ത് കൊടുത്തായിരുന്നു. അപ്പോഴാണ് എനിക്കിത് മനസ്സിലാവണത്, ഇതിന് പറ്റിയ ആളുകളില്ല, ജോലിക്ക് ആളുകളില്ല എന്നുള്ളത് അവിടെ. അപ്പൊ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു ഫീൽഡിനകത്ത്. പിന്നീട് മെനിക്ക് സാറ് ഗ്രേ വാട്ടർ ഇപ്പൊ എന്റെ വീട്ടിലെല്ലാം ഞാൻ രണ്ട് ഡ്രെയിനേജ് ആണ് ഇട്ടേക്കുന്നത്. ഇതിനകത്തുള്ള നമ്മളിപ്പോ കുളിക്കുമ്പോഴൊക്കെ ഉള്ള ഒരു സോപ്പ് ഉണ്ടാവല്ലോ, സോപ്പ് വാഷിംഗ് മെഷീനകത്തുള്ള, അതൊക്കെ ഈ ചെടിയിലേക്കെല്ലാം പോയി കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് സാറേ? അതിന് തകരാറുണ്ടാകും. കാരണം ഫ്ലഷ് ചെയ്യുന്നതെല്ലാം വേറെ ഇടത്തേക്കാണ് പോണത്, വേറെ ലൈനാണ്. കുളിക്കുന്നതും വാഷ് ബേസിനകത്തും എല്ലാം വേറെ ലൈനാണ്. അപ്പം അതിനകത്തുള്ള നമ്മൾ അധികമായിട്ടെല്ലാം ഡിറ്റർജന്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഡിറ്റർജന്റ് ഇതിനൊക്കെ എങ്ങനെയാണെന്നുള്ളൊരു സംശയമുണ്ട്. പിന്നെ അടുത്ത വേറൊരു ഡൗട്ടുള്ളത്, കുടിക്കാനായിട്ട് ഇപ്പൊ ഇന്നാൾ ഇവിടെ ഒരു മെഷീൻ വേറൊരാളെ മാർക്കറ്റിങ്ങിന് എങ്ങനെയായിട്ട് കൊണ്ടുവന്നു. സാർ അതിനെ പറ്റിയിട്ട് പറഞ്ഞായിരുന്നു. ജപ്പാന്റെ എൻ്റെ ഒരു കമ്പനിയാണ്. അതിവിടെ നമ്മളതിൻ്റെ ഒരു PhD വാല്യൂ മാറ്റിയിട്ട് ഉപയോഗിക്കാനായിട്ട് നോക്കും. കുടിക്കാനാണെങ്കിൽ അതേപോലെ അടുക്കളയിൽ ഉണ്ടല്ലോ പാത്രം കഴുകാനായിട്ട് ആണെങ്കിൽ, കുളിക്കാനാണെങ്കിൽ, വാഷിങ്ങിന് ആണെങ്കിൽ എല്ലാത്തിനും ഓരോ ബട്ടണുണ്ട്. നമ്മളതിങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരേ വെള്ളം തന്നെ പല രീതിക്കായിട്ട് ഇങ്ങനെ മാറ്റിയെടുക്കാനായിട്ട് കൊക്കും. അതിൻ്റെ ഒരു ടെക്നോളജി എന്താണ് വെള്ളത്തിനകത്ത് ആ സമയത്ത് ഉണ്ടല്ലോ പറ്റണത്? ലേസറാണോ വല്ല അങ്ങനെ എന്തെങ്കിലും ഇൻഫ്രാറെഡോ മാഗ്നറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ടാണോ? അതും കൂടെ ഒന്ന് അറിഞ്ഞാല് കൊള്ളാന്ന് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് അതിന്റെ ഒരു PhD വാല്യൂ മാറ്റുന്നത്? അതിന്റെ pH വാല്യൂ കൂട്ടുന്നത് അത് ശരിക്കും ഇപ്പൊ കങ്കൺ വാട്ടർ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ സാറ് പറഞ്ഞ പോലെ ഒരുപാട് മെഷീനുകളുണ്ട്. വെള്ളത്തിന്റെ ക്യാരക്ടറെ മാറ്റിയെടുക്കാനുള്ള ഇലക്ട്രോ ഡയാലിസിസ് പ്രോസസ്സുകളുണ്ട്. അതിനകത്ത് ഇലക്ട്രോഡ്സ് ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ അതിനകത്ത് വരുന്ന വെള്ളത്തിന്റെ ആ വാട്ടർ മോളിക്യൂൾസിന്റെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നത് ഒരുപാട് ഇച്ചിരി കെമിസ്ട്രി ഉണ്ട് അതിനകത്ത്. അപ്പോൾ അങ്ങനെ ആ ഇലക്ട്രോഡ്സ് ആണ് അതിനകത്ത് ഉപയോഗിക്കുന്ന. ഇലക്ട്രോഡ്സിൽ കൂടെ നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള ആനിയോൺസും കാറ്റയോൺസും ഒക്കെ വന്നിട്ട് ആ ഒരു പ്രോസസ്സിൽ കൂടെയാണ് ഇലക്ട്രോ ഹൈഡ്രോളിസിസ് എന്നാണ് പറയുന്നത്. പക്ഷെ അതിനകത്ത് അവർ ഉപയോഗിക്കുന്ന അത് ഈ മെറ്റൽ എന്ന് പറയുന്നത് ടങ്സ്റ്റൺ അങ്ങനെയുള്ള അതുപോലെ ഹൈ ക്വാളിറ്റിയുള്ള മെറ്റൽസ് ഒക്കെ അതിനകത്ത് ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ ഇലക്ട്രോഡ്സ് ഉണ്ടാക്കുന്നത്. പിന്നെ അതിനകത്ത് കൊടുക്കുന്ന ഇൻപുട്ടിൽ കൊടുക്കുന്ന വെള്ളത്തിനും ഒരു വാല്യൂ വേണം, ഞാൻ പറഞ്ഞ മിനറൽ വാല്യൂസ് ഒക്കെ വേണം. അപ്പോൾ pH കൂട്ടുന്നത് കൊണ്ട് അതിൻ്റെ ആൽക്കലൈൻ സ്വഭാവം നിൽക്കുന്നത് കൊണ്ട് അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അത് നമ്മുടെ ബോഡിക്ക് നല്ലതാണെന്നാണ് ഒരു പറയുന്നത്. അപ്പോൾ ആസിഡ് വെള്ളം കുടിക്കുന്നതിനേക്കാളും അപ്പോൾ നമ്മുടെ ബോഡിക്കൊക്കെ അതിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ pH വാല്യൂ കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്കും സ്കിന്നിനും നമ്മുടെ ബോണിന് അങ്ങനെയുള്ള ഇന്റേണൽ ഓർഗൻസിനൊക്കെ, പ്രത്യേകിച്ച് നമ്മുടെ ലിവർ ഫങ്ഷനൊക്കെ വെള്ളത്തിൻ്റെ നല്ല ശുദ്ധതയുള്ള വെള്ളം കുടിക്കണം. അപ്പോഴേ നമ്മുടെ ബോഡിയിൽ തന്നെ നടക്കുന്ന ഒരു ഓട്ടോമാറ്റിക് ഡയാലിസിസ് ഒക്കെ ഉണ്ട്. നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു വലിയ വാട്ടർ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട് മനുഷ്യൻ്റെ ബോഡിയിൽ തന്നെ. അപ്പം അത് കുടിക്കുന്ന വെള്ളത്തിൻ്റെ ശുദ്ധത അനുസരിച്ചിരിക്കും നമ്മുടെ ഇന്റേണൽ ഓർഗൻസും ഒക്കെ ഫിൽട്രേഷൻ, എസ്പെഷ്യലി നമ്മുടെ വൃക്കകളും ഒക്കെ എല്ലാ ഇന്റേണൽ ഓർഗൻസിനെ അത് നമുക്ക് വെള്ളം കുടിക്കും. അതുപോലെ ബ്രെയിനിന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക്
70% നമ്മുടെ 72% നമ്മുടെ ബ്രെയിനിൽ തന്നെ ഉള്ളത് വെള്ളമാണ്. അതിന് വെള്ളം വേണം. ഒരു ഫ്ലൂയിഡ് സ്റ്റേറ്റിലാണ് നമ്മുടെ ഈ ബ്രെയിനിൻ്റെ കമ്പോണൻസ് എല്ലാം നിൽക്കുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്. സാറിൻ്റെ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ താങ്ക് യു വെരി മച്ച്. സാർ ഇന്ന് ഇൻപുട്ടുകളൊക്കെ വളരെ നന്നായിട്ടുണ്ട്. സാബു സാർ. താങ്ക് യു സാർ. പ്രസാദ് സാറേ, കങ്കൺ വാട്ടറിന്റെ ഒരു എക്സ്പേർട്ട് എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ വേണേൽ ഡീറ്റെയിൽസ് തരാം സാറിന്. വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ഇന്റർനാഷണൽ ലെവലിൽ ചെയ്യുന്ന ഒരാളാണ്. എറണാകുളത്തൊക്കെ ഒത്തിരി പ്രോഗ്രാംസും പുള്ളി കണ്ടക്ട് ചെയ്യാറുണ്ട്. എന്നെ എപ്പോഴും ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. ഞാൻ ഒരിക്കൽ പോലും പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് തരാം. അത് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലേ സാർ? അത് ശരിക്കും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ല, അങ്ങനെ അല്ലേ? പ്യൂരിഫിക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു ഹോൾസെയിൽ ഡീലറും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പേര് ഞാൻ മറന്നുപോയി. എനിക്കറിയാം. എന്നെ എപ്പോഴും ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. ദെൻ റോയ് സർ. സാധാരണയായി വെള്ളം സുലഭമായി കിട്ടുന്നവർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. സ്കേഴ്സിറ്റി വരുന്നവർ ഈ പറഞ്ഞ പോലെ അതിനുള്ള മാർഗങ്ങൾ അന്വേഷിക്കും. ഇതാണ് പറയുന്നത്. പക്ഷേ സാറ് പറഞ്ഞ കുറേ കാര്യങ്ങൾ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ വെള്ളമായിട്ട് സംഭവിച്ചത്. സാർ പറഞ്ഞ ഈ ഗ്രേ വാട്ടറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കും തോന്നി, നമുക്ക് വെള്ളമുണ്ടെങ്കിലും ഈ ചെടികളൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ളം ഉപയോഗിക്കാൻ പറ്റുമല്ലോ. പക്ഷേ ഒരു കാര്യം അതിനകത്ത് തന്നെ പറയുന്നുണ്ട്, മോട്ടർ അതുപോലെയുള്ളതൊന്നും ഉപയോഗിച്ച് പമ്പ് ചെയ്യാനൊന്നും ഈ വെള്ളം ഉപയോഗിക്കരുതെന്ന്. അപ്പോൾ സാധാരണ നമ്മുടെ ബാത്റൂമിലെ മറ്റേ വെള്ളമൊക്കെ താഴോട്ടാണ്, ഗ്രൗണ്ട് ലെവലിൽ താഴെ ടാങ്ക് ഉണ്ടാക്കിയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. അത് അതിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്തെങ്കിലും പമ്പിങ് സിസ്റ്റം ഇല്ലാണ്ട് പൊക്കിയെടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതൊരു ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ അത് കൊള്ളാമായിരുന്നു. ഈ മണ്ണിലേക്ക് ഇതിങ്ങനെ എന്നും നനച്ചു കൊടുക്കാതെ ഈ ഗാർഡനിങ്ങുള്ള പച്ചക്കറികളും മറ്റതൊക്കെ നമുക്ക് നനയ്ക്കാൻ പറ്റുന്ന ഒരു സംവിധാനം വരും. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഈ സ്കേഴ്സിറ്റി ഉള്ള സ്ഥലങ്ങളിൽ ഈ ഗാർഡനിങ് ഒക്കെ നടത്താനും ഒക്കെ വളരെ ഉപകരിക്കുന്ന ഒരു ഭാഗമാണ് സാർ പറഞ്ഞ ഈ ഗ്രേ വാട്ടറിൻ്റെ കാര്യങ്ങൾ. പിന്നെ സാർ ഇവിടെ ആരോ ചോദിച്ചു ഒരു ദിവസം ഉപയോഗിക്കാനുള്ള വെള്ളത്തിൻ്റെ. ഞാൻ ഈ വേൾഡ് ബാങ്കിൻ്റെ ജലനിധിയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് 5 പേരടങ്ങുന്ന ഒരു കുടുംബത്തിന് 350 ലിറ്റർ വെള്ളമാണ് നോർമൽ യൂസിന് വേണ്ടത് എന്ന് പറഞ്ഞാണ് അതിന് ചെയ്തുകൊണ്ടിരുന്നത്. ഏതായാലും ഈ വെള്ളത്തിനെ കുറിച്ച് വലിയ വിവരങ്ങളൊന്നും എങ്ങൊന്നും കിട്ടാനില്ല. പക്ഷേ സാറിൻ്റെ ഈ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെയധികം ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നി. അത് തന്നെയല്ല, പ്രത്യേകിച്ച് ഈ ഗ്രേ വാട്ടറിൻ്റെ കാര്യം പറഞ്ഞത്, നമ്മൾ വെറുതെ കളയുന്ന വെള്ളം ഈ ചെടി നനയ്ക്കുന്നതിന് കോരി ഒഴിക്കാതെ ഓട്ടോമാറ്റിക്കായിട്ട് നനയ്ക്കാനൊക്കെ ഉള്ളൊരു പർപ്പസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ. വീട്ടിലോടനുസരിച്ചുള്ള പച്ചക്കറികൾക്ക് നടക്കുന്നതിന് നനച്ചു കൊടുക്കേണ്ട ആവശ്യവും വരികയില്ല. അങ്ങനെ ഡയറക്റ്റായിട്ട് ഇതിന് മണ്ണിലേക്ക് ഇത് ചെയ്യുവാണെങ്കിൽ. ഏതായാലും ഇങ്ങനെയുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വളരെ റെയറായിട്ട് കിട്ടുന്നതായ ഒരവസരം സാറിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയത് നല്ലൊരു കോൺട്രിബ്യൂഷനാണ്. ഇത് വളരെയധികം പ്രേരണ നൽകുന്നു ഈ ഗ്രേ വാട്ടർ യൂസ് ചെയ്യുന്നതിനും ഒക്കെ. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു റോയ് സാർ. സാർ അത് ഈ സാറ് പറഞ്ഞത് വളരെ വാലിഡ് പോയിന്റാണ്. കാര്യം ഗ്രാവിറ്റിയിൽ ഇത് പോകാനായിട്ട് ഞാൻ അതിനകത്ത് നേരത്തെ ഒരു ഗ്രാവിറ്റി സിസ്റ്റത്തിൽ ചെയ്തിരുന്ന ഒരു ഗ്രേ വാട്ടർ സിസ്റ്റത്തെ കാണിച്ചിരുന്നു. സാറ് പറഞ്ഞ അബ്സല്യൂട്ട്ലി കറക്റ്റാണ്. കാര്യം അണ്ടർഗ്രൗണ്ടിൽ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പമ്പിങ് ഇല്ലാതെ വെള്ളം മുകളിലോട്ട് വരത്തില്ലല്ലോ. അപ്പം ഗ്രാവിറ്റി സിസ്റ്റത്തിലും നമ്മൾ അതിനാണ് നേരത്തെ അതിനകത്ത് ബെഡ് സാൻഡൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെയും അധികം കാര്യം ഇത് വന്നു കഴിഞ്ഞാൽ തന്നെ ഒലിച്ചങ്ങ് പോകണം സാർ. അങ്ങനെ നമുക്കിത് വേണമെങ്കിൽ അതിൻ്റെ ഒരു ഗ്രേ വാട്ടർ സിസ്റ്റം ഉണ്ട്, പമ്പിങ് ഇല്ലാതെ തന്നെ ചെയ്യുന്ന ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ള ചെയ്യുന്ന ഗ്രേ വാട്ടർ സിസ്റ്റം ഉണ്ടാക്കാം. അതിന് പ്രത്യേക സാൻഡ് ബെഡും ഒക്കെ ഉണ്ടാകും, ഗ്രാവലും ഒക്കെ വിരിച്ചിട്ട് നമുക്ക് അങ്ങനെയും വിത്തൗട്ട് പമ്പിങ് നമുക്ക് ചെയ്യാം. അങ്ങനെ ഒരു സിസ്റ്റം അധികം താഴ്ചയിൽ പറ്റത്തില്ല. പിന്നെ ആ വീടിരിക്കുന്നതിൻ്റെ ലാറ്ററലും പൊസിഷനും ഒക്കെ നോക്കിയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. യെസ് സാർ, ഒരു സംശയം. സാർ പറഞ്ഞില്ലേ ഒരു വാട്ടർ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് കളമശ്ശേരിയിൽ എന്തോ ഒരു സ്ഥാപനം നടത്തുമെന്ന് പറഞ്ഞിരുന്നു സാറിന്റെ ഒരു ഫ്രണ്ട്. അതിനെ കുറിച്ച് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യൂ സാർ. അത് ഗ്രീൻ മെത്തേഡ് എഞ്ചിനീയറിംഗ് എന്നാണ് ആ കമ്പനിയുടെ പേര് തന്നെ സാർ. ഗ്രീൻ മെത്തേഡ് എഞ്ചിനീയറിംഗ്.
ഗ്രീൻ മെത്തേഡ് എഞ്ചിനീയറിങ് നമ്മുടെ കളമശ്ശേരിയിലെ ITI ഉണ്ടല്ലോ, കളമശ്ശേരിയിൽ ഒരു IT ഉണ്ട്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ്. അഡ്രസ്സൊക്കെ ഞാൻ സാറിന് ഞാൻ ഷെയർ ചെയ്ത് തരാം. അവിടെ അത് കേരളത്തിലേക്ക് A ഗ്രേഡുള്ള, കേരളത്തിലേക്ക് ഏറ്റവും നല്ല വാട്ടർ ട്രീറ്റ്മെൻറ്റ് കമ്പനികളിൽ ഒന്നാണ്. അതിനകത്ത് ഒരു നരേന്ദ്രൻ സാറുണ്ട്, ഒരു ഡേവിസ് സാറുണ്ട്. അവർ രണ്ടുമാണ് എൻ്റെ മാനേജിങ് ഡയറക്ടേഴ്സ്. ഞാൻ സാറേ അവിടെ 3 വർഷം അതിൻ്റെ ഓപ്പറേഷൻസ് മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഗ്രീൻ മെത്തേഡിൽ തന്നെ 2010 to 2013 അവിടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞങ്ങൾ എടുത്തൊരു ഇനിഷ്യേറ്റീവാണ് അവിടുത്തെ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു കുറേ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ട് ഇപ്പോൾ അവിടെ കംപ്ലീറ്റ് അതിൻ്റെ ഒരു ക്ലാസ് റൂം ആയിട്ടാണ് പല കോഴ്സുകളും ഗ്രീൻ മെത്തേഡ് എഞ്ചിനീയറിംഗിൽ പിന്നെ ഇപ്പം നടത്താറുണ്ട്. അവിടെ ക്ലാസ് എടുക്കുന്നവരൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ നല്ല പ്രത്യേകിച്ചും നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്തിട്ടുള്ള കുറച്ച് പ്രൊഫസേഴ്സൊക്കെ ഉണ്ട്. പ്രത്യേകിച്ചും തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ അവിടെ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ള 2-3 കോളേജുകളുള്ളൂ. ചുരുക്കം പറഞ്ഞ് അവിടെ ക്ലാസ് എടുക്കുന്നവരൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ അഗാധമായ എക്സ്പീരിയൻസും ഒക്കെ ഉള്ളവരാണ്. ഗ്രീൻ മെത്തേഡ് എഞ്ചിനീയറിംഗിൽ എൻ്റെ അറിവിലുള്ളൂ, വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞുവിടാ. ഞാൻ അവിടുത്തെ കംപ്ലീറ്റ് അഡ്രസ്സ് സാറിന് ഞാൻ തരുന്നതായിരിക്കും, ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഇത് സമയത്ത് റിലേറ്റഡ് സാർ, അവിടുന്ന് തന്നെ റിക്രൂട്ട്മെൻറ്റ് ഇങ്ങനെ പ്രത്യേകിച്ച് അവരുടെ ഗ്രീൻ മെത്തേഡ് എഞ്ചിനീയറിംഗിൻ്റെയും ഒരു സെക്ഷൻ ദുബായിൽ അവർക്കുണ്ട്. അവിടെയും ഈ പറയുന്ന റിക്രൂട്ട്മെൻ്റ് ഒക്കെ വരുമ്പോൾ ഇവിടുന്ന് തന്നെ ഇവർ പലരെ റെഫർ ചെയ്യാറുണ്ട്. നരേന്ദ്രൻ സാറ് വർക്ക് ചെയ്യുന്നതും വെളിയിലാണ്. അപ്പോൾ സാറിൻ്റെ കെയർഫിൽ കൂടെ വരുന്ന പലരെയും അങ്ങനെ അവിടെ കൊണ്ടുപോയിട്ടുള്ളതായിട്ടും അറിയാം. എൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്തിട്ടുള്ള പലരും ഇപ്പം ദുബായിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2-3 കാര്യങ്ങളുണ്ട്. ഞാൻ അവിടുത്തെ ഫുൾ അഡ്രസ്സും അവിടുത്തെ ഫോണും കോൺടാക്ട് നമ്പറും ഒക്കെ ഞാൻ സാറിന് ഞാൻ ഷെയർ ചെയ്ത് തരാം. ഓക്കെ സർ, താങ്ക് യു. വളരെ ഗുണകരമാണത്. പലപ്പോഴും നമ്മൾ ഈ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളൊക്കെ പലപ്പോഴും പരിചയപ്പെടാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചാൻസസ് കൊടുക്കുന്നത് സാറ് ഡീറ്റെയിൽസ് ഉണ്ടാക്കും. ജോർജ് സാർ പ്ലീസ്. താങ്ക് യു സബി സാർ. മനോജ് സാറെ, നമസ്കാരം സാർ. പ്രത്യേക അഭിനന്ദനം പറയാതെ വയ്യ. താങ്ക് ഈ യു സാർ. വേദിയിൽ നിന്ന് എന്നും നമുക്ക് ലഭിക്കാറുണ്ട് ശരീരത്തിന്റെയും മനസ്സിന്റെയും പോഷകം എങ്ങനെ മെച്ചപ്പെടുത്താം, ആരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താം, എങ്ങനെ ഹെൽത്തി ലിവിങ്, ആ ലെവലിൽ നമ്മൾ എന്നും പോകാറുണ്ട്. ഇന്നൊരല്പം ഡീവിയേഷൻ എങ്ങനെ നമ്മളൊരു ഗ്രീൻ എൻവയൺമെന്റ് സൃഷ്ടിക്കാമെന്ന്, അത് ഒരു ചെലവില്ലാത്ത രീതിയിൽ ചെയ്യാനുള്ള വഴികളാണ് സാറ് പറഞ്ഞത്. വരും തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യവും കൂടിയാണ്, ഇപ്പോൾ ഉള്ളവർക്ക് മാത്രമല്ല. തീർച്ചയായിട്ടും ഈ നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഇങ്ങനെ വറ്റിപ്പോയിക്കൊണ്ടിരിക്കുക. കേരളത്തിൽ 22 നദികൾ, വലിയ നദികളുണ്ട്. അതെല്ലാം നിറഞ്ഞ് കവിഞ്ഞ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോഴും ഏറെക്കുറെ ചിലയിടത്തെങ്കിലും ഒക്കെ നിറഞ്ഞുകൊണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുക. തീർന്ന് 2-3 മാസം കഴിയുമ്പോഴേക്ക് നമ്മൾ ടാങ്കറിൽ വെള്ളം അടിക്കാൻ തുടങ്ങി. നമ്മുടെ ഗതികേട് ഭയങ്കര ഗതികേടാ. ഈ ഭരണ സംവിധാനത്തിൽ തന്നെയാണ് അതിന്റെ മാറ്റം വരേണ്ടത്. ജനങ്ങൾ എത്ര ഇങ്ങനെ നിലവിളിച്ചാലും ഇതൊക്കെ വലിയ വരുമാന മാർഗവും കൂടിയാണല്ലോ ഇതിന്റെ പിന്നിലുള്ളത്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഒരു കാര്യം വാസ്തവം സാറേ, കുന്നിൻ ചെരുവുകളിൽ വീടുള്ള, ഇപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ ഇപ്പൊ ഭാവന ചെയ്ത് കഴിഞ്ഞു. കുന്നിൻ ചെരുവുകളിൽ വീട്, നമുക്ക് താഴേക്ക് ഭൂമി ഉണ്ടെങ്കിൽ ആ പ്രദേശത്തുള്ള എല്ലാം ഇപ്പൊ നേരെ മോട്ടർ അടിച്ചാണ് എന്നും വാൽവ് തിരിച്ച് ചെയ്യുന്നത്. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുമല്ലോ. ഇത് ഒരിക്കൽ മാത്രം ഒന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ആദ്യത്തെ റോ വാട്ടർ കളക്ട് ചെയ്യാനോ ഒന്ന് ഫിൽട്ടർ ചെയ്യാനും 2 സംവിധാനം ഉണ്ടായാൽ പിന്നെ ആ ഒരേ ലെവലിലുള്ളതിന് ഒറ്റ വാൽവ് തിരിച്ചാൽ മതി. കണ്ടിന്യൂസ് ഡ്രോപ്പ് മതിയല്ലോ. പലപ്പോഴും നമ്മള് മറ്റേത് അങ്ങനെയല്ല, നേരെ പമ്പ് പിടിച്ച് എന്തോരം വെള്ളം ഒഴിക്കുന്നു. ഒരു ആനയെ കുളിപ്പിക്കാനുള്ള വെള്ളം ഒഴിക്കും, ഒരു ചെടിക്കൊക്കെ പലപ്പോഴും ആവശ്യമില്ല. ഇത് വളരെ നല്ലതാണ്. ഈ ഇസ്രായേലുകാരെ മറ്റേ ഡ്രോപ്പ് ഇറിഗേഷൻ അങ്ങനെയൊക്കെ ചെയ്യുന്ന വിദ്യകൾ കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ജലം അമൂല്യമാണ്, ജീവന് തുല്യമാണ്. ജീവൻ നിലനിർത്താനും നശിപ്പിക്കാൻ അതിന് കഴിയും. എല്ലാം സത്യമാണ്, നല്ല ഓർമ്മപ്പെടുത്തലാണ്. വലിയ ഉപകാരപ്പെട്ട കണ്ണു തുറപ്പിക്കുന്ന ക്ലാസ് ആയിരുന്നു. പ്രത്യേകം നന്ദി അറിയിക്കുന്നു. താങ്ക് യു സർ. ഓക്കെ ജോസഫ്, സാറ് പറഞ്ഞത് വെള്ളത്തിന്റെ മൂല്യം അത് തന്നെയാണ്. നമ്മൾക്ക് അതിനൊരു മൂല്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ തൊഴിൽ സാധ്യത ഇതുവരെ കേൾക്കാത്തതാണ്. എത്രയോ പേരുടെ കരിയർ ഗൈഡൻസ് ക്ലാസ് കേട്ടേക്കണം, നമുക്ക് വേണ്ടിയിട്ടും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും. പക്ഷെ ഇത്ര സുന്ദരമായ ഒരു വഴിയുണ്ടെന്ന് ഇതുവരെ ആരും പറഞ്ഞു കേട്ടില്ല. അത് നമുക്ക് ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു അറിവാണ് ജോർജ് സാർ. കാര്യം നമ്മളൊക്കെ പോലും അത് ഫേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മറ്റൊരു ഗുണം കൂടെ പറഞ്ഞ സാറേ, നമ്മൾ ഇങ്ങനെ ഒരു
നമുക്കറിയാവുന്ന ഒരു വഴിയുണ്ട്. അപ്പം അതിൽ കൂടെ ഒരു ഭാവി നന്നാകുന്നതിനുള്ള ഒരു സന്തോഷം കൊണ്ടുണ്ട്. ഞാൻ തന്നെ ഇങ്ങനെ ഗൈഡൻസിൽ കൂടെ ഞാനതാ ഇപ്പം കുറച്ച് മുന്നേ പറഞ്ഞത്, ഒരാൾ എന്നെ സാറേ അടുത്ത അജ്മാനിന്ന് ക്ലാസ്സിൽ വിളിച്ചിരുന്നു. ഹീസ് എ മാനേജർ നൗ, ഹീസ് എ ഓപ്പറേഷൻസ് മാനേജർ ഓഫ് എ ബിഗ് നമ്മുടെ കമ്പനി. പൂർവികര് പറയാറുണ്ടല്ലോ, ഊണ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഊട്ടുവരെ കാണിച്ചു കൊടുക്കാൻ അവർ കാണിക്കണമെന്ന്. താങ്ക് യു സർ, അതെ താങ്ക് യു. അതെ, താങ്ക് യു സാർ, താങ്ക് യു ജോസ് സാർ, താങ്ക് യു. സാർ തന്നെ ഇങ്ങനെ തന്നെയല്ലേ റീസൈക്കിൾ ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രത്യേക ഗുണം എന്ന് വെച്ചാൽ ഈ ഒരിക്കലും ട്രീറ്റ് ചെയ്യാത്ത രീതിയിൽ ഈ വാട്ടർ മണ്ണിലേക്ക് പോകുമ്പോൾ അതിനുണ്ടാകുന്ന ഒരു ഡീക്കേ അല്ലെ, മണ്ണിന് തന്നെയുള്ള ശക്തി നഷ്ടപ്പെടുന്ന ഒരു സാധ്യതയൊക്കെ കുറയ്ക്കാൻ പറ്റും. തീർച്ചയായിട്ടും, യെസ് യെസ്. അതിന് ഈ ന്യൂട്രിയൻസ് ഉണ്ടല്ലോ സാർ, അതിനകത്ത് കുറച്ച് അതിന് വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കത്തില്ല. സാധാരണക്കാർക്ക് ഒരു സംശയവും കൺസേണും ഒക്കെ ഉണ്ട് എനിക്ക് വിളിക്കുന്നത്. പിന്നെ ചെറിയ രീതിയിലുള്ള ഒരു കണ്ടാവശ്യം. പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട് സാർ, നമ്മുടെ ഈ മണ്ണെന്ന് പറഞ്ഞാലേ അത് തന്നെ വലിയൊരു ഫിൽട്രേഷൻ പ്രോസസ്സാണ്. ഇപ്പം കിണറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞാൽ മണലുള്ള കിണറിലെ വെള്ളത്തിന് യാതൊരു മാലിന്യം ഉണ്ടാവില്ല സാർ. കാര്യം ആ മണലിന് അതിൽ കൂടെ ഒഴുകി വന്നിട്ടുള്ള ഒരു ഫിൽട്രേഷൻ കപ്പാസിറ്റി അണ്ടർ ദ ഗ്രൗണ്ട് ഉണ്ട്. അപ്പം അതൊന്നും നമ്മൾ ഓട്ടോമാറ്റിക് നമ്മളൊക്കെ അറിയാതെ നടക്കുന്ന പ്രകൃതിയുടെ കുറേ സംഭാവനകളും ഉണ്ട് ഇക്കാര്യത്തിൽ. അണ്ടർഗ്രൗണ്ട് എന്ന് പറയാൻ എന്തോരം പ്രോസസ്സുകളുണ്ട്. വെള്ളത്തിൻ്റെ തന്നെയൊക്കെ സ്ട്രാറ്റകളെ കുറിച്ച് സംസാരിക്കാറുണ്ട്. അതിൻ്റെ ക്വാളിറ്റി മാറുന്നു. അപ്പം സാറേ, നമ്മുടെയൊക്കെ മെയിൻ വാട്ടർ റിസോഴ്സ് വാട്ടർ അതോറിറ്റിക്കാര് ഈ റോ വാട്ടർ അടിച്ചിട്ട് അവരുടെ ടാങ്കിൽ ഫിൽട്ടർ ചെയ്യുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഏറ്റവും നൈസ് സാൻഡ് ഫിൽട്രേഷൻ ആണ്, ഏറ്റവും ഒടുക്കമുള്ളത്. അതിന് മുമ്പ് ആദ്യം വലിയ ഫിൽട്രേഷൻ കഴിഞ്ഞിട്ട് ആ സാൻഡ് ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ 2 മണിക്കൂർ കഴിയുമ്പോൾ നേരെ റിവേഴ്സ് വെള്ളം ഒഴിച്ച് ആ മണൽ കഴുകും. കാരണം അത്രമാത്രം അഴുക്ക് അതിനകത്ത് വന്ന് പിടിക്കുന്നത്. അങ്ങനെ ആ റീസൈക്ലിംഗ് സാൻഡ് ഫിൽട്രേഷൻ അത്യുത്തമമാണ്. അതെ സാറ്, ജോർജ് സാറിൻ്റെ അതിൽ നമ്മുടെ നാട്ടിലെ വാട്ടർ ട്രീറ്റ്മെന്റ് 2 പ്രോസസ്സേ ഉള്ളൂ. ഒന്ന് കൊയാഗുലേഷൻ എന്ന് പറയും. കൊയാഗുലേഷൻ എന്ന് പറയും ചെളിയൊക്കെ അത് മാറ്റാൻ വേണ്ടിയിട്ട് അതിനകത്ത് കൊയാഗുലൻ്റ് കെമിക്കലാണ്. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം വലിയ പാർട്ടിക്കിളായിട്ട് മാറിയിട്ട് നമ്മുടെ ക്ലിയർ വാട്ടർ മാത്രം കിട്ടും. ആ ക്ലിയർ വാട്ടറാണ് ജോർജ് സാർ കൃത്യമായിട്ട് പറഞ്ഞ സാൻഡ് ഫിൽറ്ററുകളിലൂടെ പമ്പ് ചെയ്ത് കയറ്റി വിടുമ്പോൾ ഈ മണ്ണെല്ലാം ചെളിയല്ലാതെ പിടിക്കും. അതിനെ പിന്നെ ബാക്ക് വാഷിംഗ് എന്ന് പറയും. അതിനകത്ത് ഈ ചെളിയെല്ലാം തിരിച്ച് കളയാനുള്ള പ്രോസസ്സ്. അപ്പം ഇത് രണ്ടും ചെയ്ത് അവസാനം ഇച്ചിരി ക്ലോറിനോട് അവർ ഡോസ് ചെയ്ത് കൊടുക്കുന്നു. അത്രയേ ഉള്ളൂ നമ്മുടെ നേരെ കണക്ട് ചെയ്തിട്ടേക്കോ സിലിണ്ടറിൽ നിന്ന്. ഞാൻ ആലുവ വാട്ടർ അതോറിറ്റിയിൽ വർക്ക് ചെയ്ത് കൊച്ചികളിലെ വെള്ളം മുഴുവൻ കൊടുക്കുന്ന ശരിക്കും കണ്ടു. കുറെ കാലം ഉണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ സാർ ജെറിൻ ജോസഫ് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ട്? ജെറിൻ, ജിദാൻ, ജോഷി സാർ, ഷാജി മാത്യു സാർ ഉണ്ടോ? മനോജ് കുമാറിന്റെ സാറിനെ പിന്നെ നമ്മുടെ ടിയുടെ ക്ലാസ്സിൽ ഇന്നലെ സാർ ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും സാറിന്റെ അറിവ് വളരെ മൂല്യമുള്ളതാണ്. ഈ പറഞ്ഞ പോലെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി, എഞ്ചിനീയറിംഗിന് ബ്ലണ്ട് ആയിട്ട് ആൾക്കാർ കമ്പ്യൂട്ടറിലോട്ട് പോകുമ്പോൾ മറ്റ് എഞ്ചിനീയറിംഗ് എല്ലാ സാധ്യത ഉണ്ടെന്നുള്ള മറ്റ് എഞ്ചിനീയറിംഗ് വിഭാഗങ്ങൾക്കും ഇങ്ങനെ ജോലി സാധ്യത ഉണ്ടെന്നുള്ള ഒരു അറിവായിരുന്നു. അതുപോലെ ഗ്രേ വാട്ടർ എന്നുള്ള വാക്ക് തന്നെ ആദ്യം കേൾക്കുവാണ്. പറഞ്ഞ പോലെ വളരെ റെലവെന്റ് ആണ്. ഈ വാട്ടർ സ്കേഴ്സിറ്റി ഒക്കെ നിലനിൽക്കുന്ന കാലത്ത് വെള്ളം കൺസർവ് ചെയ്ത് മറ്റ് ഈ രീതിക്കൊക്കെ ഉപയോഗിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് വളരെ ഐ ഓപ്പണിംഗ് ആയിട്ടുള്ള വാട്ടർ റീയൂസിനെ കുറിച്ചും റീസൈക്കിളിനെ കുറിച്ചും ഒക്കെ പറഞ്ഞ ക്ലാസ്. മനോജ് സാറിന് വളരെ നന്ദി. സാബു സാറ് ഇതുപോലെ നൂറുകണക്കിന് വിഷയങ്ങൾ മനോജ് കുമാർ സാറിന്റെ അറിവിലേക്ക് പറയാം. നൂറുകണക്കിന് ആയിരക്കണക്കിന് വിഷയങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് സാബു സാറ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഓക്കെ ഷാജി സാർ, താങ്ക് യു വെരി മച്ച്. സാബു സാറിൻ്റെ ഇങ്ങനെയുള്ള വലിയ പ്രവർത്തനങ്ങളാണ് സാറ്. ഈവൻ യാത്രയിൽ പോലും സാർ ഇപ്പോൾ യാത്രയിലാണെങ്കിൽ പോലും ആ ഒരു കമ്മിറ്റ്മെന്റ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ്. സാബു സാറിനെ അതിന് എത്ര അഭിനന്ദിച്ചാലും അത് മതിയാവില്ല. അതേമാതിരിയുള്ള ഒരു പ്രവർത്തനമാണ് സാബു സാർ ഈ പ്ലാറ്റ്ഫോമിൽ. തീർച്ചയായിട്ടും സാർ വേറെ ആർക്കെങ്കിലും? ജെറിൻ ജോസഫ്, അജിത, ജോഷി സാർ, ആർക്കെങ്കിലും എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ പറയും. സാറേ, ഞാൻ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. ഓസ്ട്രേലിയയിലാണ്. ഫാദർ ഓസ്ട്രേലിയയിൽ തിരിച്ചു വരും. അപ്പൊ ഞാൻ കൊണ്ടുവരാൻ വേണ്ടി പോവുക. അതിന്റെ കൂടെ ഒന്ന് രാത്രി ലേറ്റ് ആയതുകൊണ്ട് ഈ ലുലു മാളിലേക്ക് ഒന്ന് കയറി സ്വല്പസമയം ഇവിടെ സ്പെൻഡ് ചെയ്യും. നോ പ്രോബ്ലം സർ. ഓക്കെ സർ, എൻജോയ് ദി
ലുലു മാൾ എക്സ്പീരിയൻസ്. സാർ അടുത്ത ആഴ്ച നമുക്ക് ഒരു സജഷൻ ഞാൻ വെക്കുകയാണ്. കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഈ പറയുന്ന സെക്ടറിലെ കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് സാർ ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ വളരെ പ്രയോജനകരമാണ്. എങ്ങനെ അതിലേക്ക് വരാം ഒന്ന് അതിനെക്കുറിച്ച് സാർ ഒന്ന് ആലോചിക്കും. ഇപ്പൊ ഇന്നൊന്ന് പറഞ്ഞ ആ ടൈറ്റിലും ഒക്കെ അതിനകത്ത് വളരെയധികം ഗുണകരമാവും. തീർച്ചയായിട്ടും. അങ്ങനെ നമുക്ക് ചെയ്യാം നോക്കാം. സർ. ഈ അടുത്ത ആഴ്ച വേണമെന്നില്ല, ഈ ടേക്ക് ടൈം, നോ പ്രോബ്ലം. നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഇന്ന് അതിന്റെ പേര് വേറെ ആരും ഇല്ലല്ലോ. ഇല്ല സർ, വൈൻഡ് അപ്പ് ചെയ്യാം. യെസ്. ഓക്കെ Okay, സർ. thank you, sir. താങ്ക് യു മനസ്സിലായി. ടു ഓൾ. താങ്ക് യു Thank you, sir. എവരിവൺ. നാളെ നമുക്ക് മ്യൂസിക് തെറാപ്പിയുടെ ദിവസമാണ്. Yeah. ജോൺസൺ മാഷിന്റെ പാട്ടുകളാണ് നാളെ നമ്മൾ പാടുന്നത്. അപ്പൊ എല്ലാവരും റെഡി ആയി. ഓക്കെ, ഓക്കെ സർ. താങ്ക് യു. താങ്ക് യു. ഗുഡ് നൈറ്റ്. See you. ഓക്കെ, ഗുഡ് നൈറ്റ്.